प्यारी हिंदी सबसे निराली, मस्ती भरी है बातें ये प्यारी. പ്രിയ കുട്ടികളെ, മേരി പ്യാരി ഹിന്ദി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് 10ാം ക്ലാസ്സിലെ 2ാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠമായ വൈറ്റ് ക്യാപ്പ് എന്ന കഥയുമായിട്ടാണ്. ലോക് ബാബു ആണ് ഈ കഥ എഴുതിയത്. അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ലോക് ബാബു ജന്മ 10 जून 1956. लोक बाबू का जन्म छत्तीसगढ़ में हुआ. छत्तीसगढ़ अंचल के लोक जीवन की संवेदनशील प्रस्तुति उनकी कहानियों की विशेषता है. टीले पर चांद, बोधिसत्व की नहीं माए, जंगल गाथा, बस्तर बस्तर आदि उनकी रचनाएं हैं. ലോക് ബാബു ജനിച്ചത് ഛത്തീസ്ഗഡിലാണ്. ഛത്തീസ്ഗഡ് പ്രദേശത്തെ സാധാരണക്കാരുടെ ജീവിതത്തെ സഹാനുഭൂതിയോടുകൂടി അവതരിപ്പിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ കഥകളുടെ പ്രത്യേകത. ടീലെ പർ ചാന്ദ്, ബോധിസത്വ ഭി നഹിമായെ, ജംഗൽ ഗാഥ, ബസ്തർ ബസ്തർ മുതലായവ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകളാണ്. ജന്മ 10 ജൂൺ 1956. അദ്ദേഹം ജനിച്ചത് 1954 ജൂൺ 10-ാം തീയതിയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ള കഥയിലേക്ക് വരാം. നമ്മുടെ കഥയുടെ പേര് വൈറ്റ് ക്യാപ്പ് എന്നാണ്. കഥ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ ചിത്രം നമുക്കൊന്ന് കാണാം. ചിത്രത്തിൽ നമുക്ക് വളരെ വ്യക്തമായി കാണാം, കുറെ കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നു. ഒരു കുട്ടി മാത്രം ദൂരെ മാറിയിരിക്കുന്നു. കഥയിലേക്ക് വരുമ്പോൾ പട്ടണങ്ങളിലേക്ക് ജോലിയും മറ്റ് ആവശ്യങ്ങൾക്കുമായിട്ട് കുടിയേറുന്ന സാധാരണക്കാരായ ഗ്രാമീണരുടെ ജീവിതത്തെയാണ് കഹാനികാരൻ ഈ കഥയിലൂടെ വരച്ചു കാട്ടുന്നത്. നമുക്കറിയാം, തൊഴിലന്വേഷിച്ച് ധാരാളം ഗ്രാമീണർ പട്ടണങ്ങളിലേക്ക് പോകാറുണ്ട്, പ്രത്യേകിച്ച് നിർമ്മാണ മേഖലയിലുള്ളവർ. അവർ പക്ഷെ പട്ടണങ്ങളിൽ ചെല്ലുമ്പോൾ അവർക്ക് ജീവിത സൗകര്യങ്ങളൊന്നും തന്നെ ലഭ്യം അല്ല. അങ്ങനെ ഉള്ളപ്പോൾ പണിയുന്ന കെട്ടിടങ്ങളോടനുബന്ധിച്ച് ചെറിയ കൂര എന്തെങ്കിലും അല്ലെങ്കിൽ ടെന്റ് കെട്ടി താൽക്കാലികമായിട്ടാണ് അവർ താമസിക്കുന്നത്. അങ്ങനെ താമസിച്ച് ഇടയ്ക്കിടയ്ക്ക് അവരുടെ ഗ്രാമപ്രദേശത്തേക്ക് തിരികെ വരികയാണ് അവർ ചെയ്യാറുള്ളത്. അപ്പൊ അവരുടെ ആ ഒരു ജീവിത പശ്ചാത്തലമാണ് അവരുടെ കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളും അവരുടെ ഒറ്റപ്പെടലുകളും ഒക്കെയാണ് ഈ കഥയിലൂടെ കഥാകാരൻ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. നമുക്ക് കഥയിലേക്ക് വരാം. नई बैसाखटों के कारण हर साल शहर की शक्ल बदल जाती थी. निर्माणाधीन इमारतों में काम करने वाले मजदूरों का गांव इतनी दूर था कि वे रोज वहां लौट नहीं सकते थे. ऐसे मजदूर निर्माणाधीन इमारतों के आसपास की किसी कोने में अपनी गठरियां रखकर चूल्हा सुलगाकर भोजन बनाते, खाते और रात गुजारते रहते. नई बैसाखटों के कारण हर साल शहर की शक्ल बदल जाती थी. പുതിയ വാസസ്ഥലങ്ങൾ അല്ലെങ്കിൽ വീടുകളുടെ നിർമ്മാണം കാരണം ഓരോ വർഷവും പട്ടണത്തിന്റെ ആകൃതി മാറിക്കൊണ്ടേയിരുന്നു അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്നു. നിർമ്മാണാധീൻ ഇമാരത്തോമേൻ കാം കർനെ വാലെ മസ്ദൂരോं का गांव इतनी दूर था. ഈ കെട്ടിടങ്ങളൊക്കെ പണിയിപ്പിക്കുമ്പോൾ ഇങ്ങനെ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടങ്ങളിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഈ കെട്ടിടങ്ങളുടെ പണി പൂർത്തിയാക്കാൻ വേണ്ടി ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ഗ്രാമങ്ങൾ വളരെ ദൂരെയാണ്. ഇത്തനീ ദൂർത്ത എന്ന് പറഞ്ഞാൽ വളരെ ദൂരെയാണ്. അതായത് വേ റോസ് വഹാം ലൗട്ട് നഹി സക്തേ ഥേ, അവർക്ക് ദിവസവും അങ്ങോട്ടേക്ക് മടങ്ങി പോകാൻ സാധിക്കില്ല. അത്രയും ദൂരെയാണ് ഈ തൊഴിലാളികളുടെ ഗ്രാമങ്ങൾ. ഐസെ മസ്ദൂർ നിർമ്മാണാധീൻ ഇമാരത്തോं के आसपास की किसी कोने में अपनी गठरियां रखकर चूल्हा सुलगाकर भोजन बनाते, खाते और रात गुजारते रहते. ഇങ്ങനെയുള്ള തൊഴിലാളികള് നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടങ്ങളുടെ ചുറ്റുവട്ടത്ത് തന്നെ ഏതെങ്കിലും ഒരു കോണിലായിട്ട് തങ്ങളുടെ ഗഠരിയാം രഹുക്കർ, ഗഠരി എന്ന് പറഞ്ഞാൽ തുണിക്കെട്ടാണ്. തുണിക്കകത്ത് എല്ലാ സാധനങ്ങളും ഭാണ്ഡക്കെട്ട് പോലെ കെട്ടിക്കൊണ്ടുവരുന്നു. ഒരു വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ അത് ഒരിക്കലും അഴിച്ചു നിരത്താറില്ല. ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുക്കുവാണ്. അതുകൊണ്ടാണ് ഗഠരി എന്ന വാക്ക്. നമ്മളിത് ഈ വാക്ക് മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഈ ഗഠരി അല്ലെങ്കിൽ തുണി കൊണ്ടുള്ള ഈ ഭാണ്ഡക്കെട്ട് അവിടെ എവിടെയെങ്കിലും ഒരു കോണിൽ വെച്ചതിന് ശേഷം അവരെന്ത് ചെയ്യും? ചൂൽഹാ സുലഗാക്കർ, അടുപ്പ് കൂട്ടി കത്തിച്ച്, ചൂടുകട്ടയും കൊണ്ടൊക്കെ അല്ലെങ്കിൽ കല്ല് കൂട്ടി അടുപ്പുണ്ടാക്കും. ആ അടുപ്പിൽ സമീപ പ്രദേശങ്ങളിൽ നിന്നൊക്കെ പോയി വിറകൊക്കെ ശേഖരിച്ചുകൊണ്ടാണ് കത്തിക്കുന്നത്. ചൂൽഹ സുലഗാക്കർ, സുലഗാന എന്ന് പറഞ്ഞാൽ കത്തിക്കുക എന്നാണ്. ചൂൽഹ അടുപ്പ്.
അങ്ങനെ ഭോജൻ ബനാത്തെ ഖാത്തെ അവർ രാത്ത് ഗുസാർത്തെ രഹത്തെ അവർ ഭോജനങ്ങൾ ഉണ്ടാക്കും, ഭക്ഷണം ഉണ്ടാക്കുന്നു, ഭക്ഷിക്കുന്നു, അങ്ങനെ രാത്രി ഒരു തരത്തിൽ കഴിച്ചു കൂട്ടുന്നു. ചുരുക്കി പറഞ്ഞാൽ പട്ടണങ്ങളിലേക്ക് വരുന്ന ഗ്രാമീണരുടെ ഒരു ജീവിത സാഹചര്യമാണ് കഥാകാരൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി മസ്ദൂർ പഹരേദാരോമേം ഏക് പരിവാർ കേശവ് കാഫീധ. ഇനി നമ്മുടെ കഥയിലേക്ക് വരുവാണ്. ഇങ്ങനെയുള്ള തൊഴിലാളി കുടുംബങ്ങളിൽ പഹരേദാർ എന്ന് പറഞ്ഞാൽ കാവൽക്കാരെന്നും കൂടെയാണ്. ഇവരെ ഇങ്ങനെ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടങ്ങളിൽ താമസിക്കാൻ അനുവദിക്കുന്നതിന് പ്രത്യേക ഉദ്ദേശം കൂടെ ഉണ്ടല്ലേ. കാരണം അവിടെ അവരൊരു കാവലും കൂടെയാണ്. അപ്പൊ അതുകൊണ്ടാണ് മസ്ദൂർ പഹരേദാരോമേം എന്ന് പറയുന്നത്. ഇങ്ങനെ നിർമ്മാണത്തിലിരിക്കുന്ന തൊഴിലാളികൾ അല്ലെങ്കിൽ കാവൽക്കാര്, അവരില് ഏക് പരിവാർ കേശവ് കാഭീധ, അവരിലെ ഒരു കുടുംബം കേശവന്റെ കുടുംബവും കൂടിയായിരുന്നു. അതായത് നമ്മുടെ കഥയിലെ കൊച്ചു നായകന്റെ പേരാണ് കേശവ്. കേശവന്റെ കുടുംബവും ഇതുപോലെ തൊഴിലിന് വേണ്ടി പട്ടണത്തിലേക്ക് വന്ന ഒരു കുടുംബമാണ്. കേശവ 8 സാൽ കാ ഛോട്ടാസ നാട്ടാസ സാമലാസ ലട്കാഥ. കേശവനെ വർണ്ണിച്ചിരിക്കുന്ന നോക്കി, വെറും 8 വയസ്സ് മാത്രമാണ് അവനുള്ളത്. 8 സാൽ കാ ഛോട്ടാസ നാട്ടാസ സാമ്പലാസ ലട്കാഥ. പറഞ്ഞ ചെറിയ കുട്ടിയാണ്, പൊക്കം കുറവാണ്. അതുകൊണ്ടാണ് നാട്ടാസ എന്ന് പറഞ്ഞിരിക്കുന്നത്. പൊക്കം കുറവാണ്, അതുപോലെ തന്നെ സാമ്പലാസ ഇരുനിറമാണ്. സാമ്പല എന്ന് പറഞ്ഞാൽ കറുത്ത നിറം എന്നാണ്. അപ്പൊ കറുത്ത നിറമാണ് അവന്, പൊക്കം കുറവാണ്, അതുപോലെ ചെറിയ കുട്ടിയാണ്, 8 വയസ്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു കുട്ടിയാണ് കേശവ്. ഉസ്കെ മാതാപിതാ ബേമേത്ര ജില്ലയ്ക്ക് കിസി ഗാവ് സെ യഹാം പഹുഞ്ചേത്തെ. അവരുടെ മാതാപിതാക്കള് ബേമേത്ര ജില്ലയിലെ ഏതോ ഗ്രാമത്തിൽ നിന്നാണ് ഇവിടെ പട്ടണത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. യഹാം ശഹർ കെ വികാസ് और മസ്ദൂരോं के जीवन के बीच की कौन सी स्थिति दिखाई देती है. ഇവിടെ പട്ടണങ്ങളുടെ വികസനവും തൊഴിലാളികളുടെ ജീവിതവും ഇതിനിടയിലുള്ള എന്ത് സ്ഥിതിയെയാണ് വരച്ചു കാണിക്കുന്നത്? നമുക്കറിയാം, പട്ടണങ്ങളുടെ വികസനം എന്ന് പറയുന്നത് തൊഴിലാളികളുടെ ജീവിതത്തെ ആശ്രയിച്ച് തന്നെയാണ് അല്ലെ. അവർ സ്വന്തം സുഖ സൗകര്യങ്ങള്, കുടുംബജീവിതം ഒക്കെ വേണ്ടെന്ന് വെച്ചിട്ടാണ് പട്ടണങ്ങളിൽ വന്ന് ജോലി ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് നമുക്ക് പിന്നീട് വരാം. ഇനി അടുത്ത പാരഗ്രാഫ്. फरवरी माह के अंत में जब गर्मी अपनी भाव पसारने लगी थी, तीसरी कक्षा की अपनी वार्षिक परीक्षा दे चुकने के बाद केशव अपने दादाजी से माता पिता के पास शहर जाने की जिद कर बैठा. बुढ़ापे में बेचा कुचा दिमाग जब पोते ने कुतरना शुरू किया तो हताश उसके दादाजी ने उसे बस में बिठाकर यहाँ उसके माता पिता के पास ला छोड़ा. നമുക്കറിയാം, കുട്ടികൾക്ക് മാതാപിതാക്കളുടെ കൂടെ താമസിക്കാൻ ഭയങ്കര കൊതിയാണ് ചെറുപ്പകാലത്തൊക്കെ അല്ലെ. അപ്പൊ ജോലി സൗകര്യാർത്ഥം മാതാപിതാക്കളെ വിദേശത്തോ ഒക്കെ പോവുകയാണെങ്കിൽ തിരിച്ചു വരുമ്പോഴുള്ള കുട്ടികളുടെ സന്തോഷങ്ങൾ നമ്മൾ കാണാറുണ്ടല്ലേ. ഇതുപോലെ കേശവനും അവന്റെ അച്ഛനും അമ്മയും ഗ്രാമം വിട്ട് പട്ടണത്തിൽ വന്ന് കെട്ടിട നിർമ്മാണ തൊഴിലാളികളായി ജോലി ചെയ്യാണ്. ഇപ്പം കേശവനും അവന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. फरवरी माह के अंत में जब गर्मी अपनी भाव पसारने लगी थी, तीसरी कक्षा की अपनी वार्षिक परीक्षा दे चुकने के बाद केशव अपनी दादाजी से माता पिता के पास शहर जाने की जिद कर बैठा. അപ്പൊ കേശവ് ഗ്രാമത്തില് അച്ഛന്റെ കൂടെയാണ്, മുത്തച്ഛന്റെ കൂടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഫെബ്രുവരി മാസത്തിന്റെ അവസാനം എല്ലാ സ്കൂളുകളും അടയ്ക്കുന്ന ഒരു സമയമാണല്ലേ, വേനലവധി തുടങ്ങുവാണ്. ഗർമി അപ്നി പാവു പസാറിനെ ലഗി. ഗർമി എന്ന് പറഞ്ഞാൽ ചൂട്, പാവു പസാർന എന്ന് പറഞ്ഞാല് വ്യാപിക്കുക എന്നാണ്. അപ്പൊ ചൂട് വ്യാപിക്കാൻ തുടങ്ങുന്ന ആ ഒരു സമയം. തീസരി കക്ഷാക്കി അപ്പനി വാർഷിക് പരീക്ഷ ദേ ചുകനേക്കെ ബാദ്, 3ാം ക്ലാസ്സിലെ ആനുവൽ എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞു കേശവ്. അതിനുശേഷം കേശവ് എന്ത് ചെയ്തു? അപ്പനെ ദാദാജി സെ മാതാപിതാക്കെ പാസ് ശഹർ ജാനേക്ക് സിദ്ധ് കർ ബൈഠ. മുത്തച്ഛനോട് പറഞ്ഞു, എനിക്ക് എന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് പട്ടണത്തിലേക്ക് പോകണം. അങ്ങനെ അവൻ വാശി പിടിച്ചു. സിദ്ധ് കർണ എന്ന് പറഞ്ഞാൽ വാശി പിടിക്കുക എന്നാണ്. ബുട്ടാപ്പയമേം ബജാ കുജ ദിമാഗ് ജബ് പോത്തേനെ കുതർന ശുരു കിയാ തോ. ബുട്ടാപ്പയമേം എന്ന് പറഞ്ഞാൽ വാർദ്ധക്യത്തിൽ, ബജാ കുജ എന്ന് പറഞ്ഞാൽ മിച്ചമുള്ള, ബാക്കിയുള്ള എന്നാണ്. അതായത് വാർദ്ധക്യത്തിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ആ മനുഷ്യൻ അനുഭവിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ കുട്ടി സ്കൂളിൽ പോകുന്നതുകൊണ്ട് കുട്ടിയെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. എന്നാൽ സ്കൂൾ പോക്ക് നിന്ന് ആനുവൽ എക്സാമിനേഷൻ കഴിഞ്ഞ് അവൻ വീട്ടിലിരുന്ന് ഇങ്ങനെ ശല്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായി. അതുകൊണ്ടാണ് ഈ ബജാ കുജ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദിമാഗ് ജബ് പോത്തേനെ കുതിർന ശുരു കിയ. ദിമാഗ് കുതിർന എന്നുള്ള ഒരു ശൈലിയാണ്. ദിമാഗ് കുതിർന എന്ന് പറഞ്ഞാൽ വേദനിപ്പിക്കുക എന്നാണ്. അതായത് മനസ്സിനെ വേദനിപ്പിക്കുക എന്നാണ്. അപ്പൊ വയസ്സായിരിക്കുന്ന അല്ലെ വൃദ്ധാവസ്ഥയിലിരിക്കുന്ന ആ മനുഷ്യനെ ഈ കുട്ടി, പോത്താന്ന് പറഞ്ഞാൽ മകന്റെ മകൻ, കൊച്ചുമകൻ എന്ത് ചെയ്തു? ദിമാഗ് കുതിർന ശുരു കിയ.
അദ്ദേഹത്തെ വേദനിപ്പിക്കാൻ തുടങ്ങി. ദിമാഗ് എന്ന വാക്കിന്റെ അർത്ഥം ബുദ്ധി എന്നാണ്. കുതർന എന്ന് പറഞ്ഞാൽ എന്താണ്? വേദനിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ഒറ്റ വാക്കാണ് ദിമാഗ് കുതർന, അതായത് വേദനിപ്പിക്കുക. അപ്പൊ ഈ കുട്ടി അച്ഛന്റെ അമ്മയുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വേദനിപ്പിക്കാൻ ആരംഭിച്ചു. ചുരുക്കിയ തോ ഹതാശ്, അദ്ദേഹം അവസാനം മടുത്തു, നിരാശനായി. എന്ത് ചെയ്തു? അദ്ദേഹത്തിന് അറിയാം പട്ടണത്തിൽ ചെന്നാൽ കുട്ടിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കേണ്ടി വരുമെന്ന്. അപ്പൊ കുട്ടിയോട് പറഞ്ഞിട്ട് അവൻ അതൊന്നും മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് അവിടെ ഹതാശ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഉസ്കെ ദാദാജി ഉസെ ബസ് മേം ബിഠാക്കർ യഹാം ഉസ്കെ മാതാപിതാക്കെ പാസ് ലാ ചോടാ. അവസാനം അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ അവനെ ബസ്സിലിരുത്തി ഇവിടെ സിറ്റിയിൽ കൊണ്ടുവന്ന്, അല്ലെ പട്ടണത്തിൽ കൊണ്ടുവന്ന് മാതാപിതാക്കളുടെ അടുത്തേക്ക് അവനെ വിട്ടു. ലാ ചോടന എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കാന്നുള്ള അർത്ഥത്തിലല്ല, കൊണ്ടുവന്ന് വിട്ടു എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. यहाँ आकर केशव दिन भर के लिए परिवार के अस्थायी डेरे में अकेले पड़े रहने को मजबूर था। आखिर कुछ दिनों अबुलात से पड़े रहने के बाद केशव उस डेरे से बाहर निकला। आसपास की दूसरी कॉलोनियों के उसने चक्कर लगाए। फिर एक कॉलोनी के पास लड़कों को क्रिकेट खेलता देखकर ठहर गया। वह दूर एक नीम के पेड़ के नीचे छाया में बैठ गया। बाकी लड़के निश्चिंत होकर क्रिकेट खेलते रहे. പട്ടണത്തിൽ വന്ന ആദ്യ ദിവസങ്ങളിലെ കേശവന് അനുഭവിക്കേണ്ടി വന്ന മാനസിക സംഘർഷങ്ങളെ കുറിച്ചാണ് ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത്. എന്താണ്? യഹാം ആഖർ കേശവ് ദിൻ ഭർ കെ ലിയെ പരിവാർ കെ അസ്ഥായി ടെരെ മേ അകലെ പടേ. ഇവിടെ വന്ന് കേശവൻ കുറേ ദിവസത്തേന്, ദിൻ ഭർ കെ ലിയെ എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങളിലേക്ക്, പരിവാർ കെ അസ്ഥായി ടെരെ മേം അകലെ പടേ രഹനേക്കോ മസ്ദൂർ ഥാ. ആ കുടുംബത്തിന്റെ താൽക്കാലികമായ ഒരു കൂടാരം എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ടുള്ള വീടോ ഒന്നുമില്ല, തൽക്കാലത്തിന് കിട്ടിയിരിക്കുന്ന ഒരു ടെന്റാണ്. ആ ടെന്റില് എന്ത് സംഭവിച്ചു? അച്ഛനും അമ്മയും പകല് ജോലിക്ക് പോകും അല്ലെ. അകേലെ പടയരഹനേക്കോ മസ്ബൂർഥ. അപ്പൊ ഇവൻ ഒറ്റയ്ക്ക് അവിടെ ഇരിക്കാൻ നിർബന്ധിതനായി തീർന്നു. മസ്ബൂർ എന്ന് പറഞ്ഞാൽ നിർബന്ധിതനാകുക എന്നാണ്. ആഖിർ കുച്ച് ദിനവും അബുലാത്തെ പടയരഹനേക്കെ ബാധ. അങ്ങനെ കുറച്ച് ദിവസങ്ങള് വളരെ വിഷമത്തോടുകൂടി കടന്നതിന് ശേഷം, അല്ലെ ഇരുന്നതിന് ശേഷം, കേശവ് ഉസ് ഡേരേസെ ബാഹർ നികല. കേശവൻ എന്ത് ചെയ്തു? ആ ഡേരയിൽ നിന്ന്, ആ കൂടാരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. ആസ്പാസ് കി ദൂസരി കോളനിയൊക്കെ ഉസ്നെ ചക്കർ ലഗായെ. ആദ്യം പുറത്തേക്ക് വന്നിട്ട് എന്ത് ചെയ്തു? തൊട്ടടുത്തുള്ള മറ്റു കോളനികളെല്ലാം അവനൊന്ന് ചുറ്റിക്കറങ്ങി. ചക്കർ ലഗാന എന്ന് പറഞ്ഞാൽ ചുറ്റിക്കറങ്ങുക എന്നാണ്. അടുത്ത ഗ്രാമങ്ങളല്ലേ, കോളനികളൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു. फिर एक कॉलोनी के पास लड़कों को क्रिकेट खेलता देखकर ठहर गया. അങ്ങനെ ചുറ്റിക്കറങ്ങുന്ന വഴി ഒരു കോളനിയിൽ ചെന്നപ്പോൾ എന്താ കാണുന്നത്? ആൺകുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളിയാണ് അല്ലെ, ക്രിക്കറ്റ് കളി. അപ്പൊ കുറെ കുട്ടികള് ക്രിക്കറ്റ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു. പെട്ടെന്ന് എന്ത് ചെയ്തു? ടഹർ ഗയ. ഇത്രയും സമയം ചുറ്റിക്കറങ്ങിക്കൊണ്ടിരുന്ന അവൻ അവിടെ തന്നെ തങ്ങി. ടഹർന എന്ന് പറഞ്ഞാൽ തങ്ങുക എന്നാണ്. അപ്പൊ ദൂരേക്ക് നീം കെ പേടിക്കെ നീച്ച് ഛായാമയം ബൈഠിക്കുക. അവൻ ദൂരെ അകലെ ഒരു നീം എന്ന് പറഞ്ഞാൽ വേപ്പ് മരമാണ്, ഒരു വേപ്പ് മരത്തിന്റെ തണലിൽ അവന് പോയി ഇരുന്നു. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ആദ്യത്തെ ചിത്രം ഏകദേശം പിടികിട്ടിയെന്ന് തോന്നുന്നു അല്ലെ. ആരായിരിക്കും ആ ചിത്രത്തിലിരുന്ന കുട്ടി? കേശവ് തന്നെ അല്ലെ. ബാക്കി ലഡ്കെ നിശ്ചിന്ത് ഹോക്കർ ക്രിക്കറ്റ് ഖേൽത്തെ രഹേ. ബാക്കി കുട്ടികള് ഇവനെ ശ്രദ്ധിക്കുന്ന പോലുമില്ല. നിശ്ചിന്ത് ഹോക്കർ ക്രിക്കറ്റ് ഖേൽത്തെ രഹേ. അവർക്ക് യാതൊരു ചിന്തയില്ല, കളി എന്നുള്ള ഒറ്റ ചിന്തയുള്ളൂ. അതിൽ മാത്രം ശ്രദ്ധിച്ചവര് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി നോക്കി, കേശവക്കെ വ്യക്തിത്വക്ക് ക്യാ ക്യാ വിശേഷതായ മുഖറാത്തി. ഇവിടെ കേശവന്റെ വ്യക്തിത്വത്തിന്റെ എന്തൊക്കെ പ്രത്യേകതകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്? എന്തൊക്കെ പ്രത്യേകതകളാണ്? ഒന്ന്, അവൻ അച്ഛനെ അമ്മയും വളരെയധികം സ്നേഹിച്ചിരുന്നു. അതുകൊണ്ടാണ് പട്ടണത്തിലെ ബുദ്ധിമുട്ടുകൾ സഹിച്ചും വീട്ടിലേക്ക്, അല്ലെങ്കിൽ പട്ടണത്തിലെ വീട്ടിലേക്ക് വരാൻ തയ്യാറായത് അല്ലെ. പക്ഷെ അവിടെ വന്നു കഴിഞ്ഞാൽ അച്ഛനന്മാരുടെ അവസ്ഥ മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു? അവരോട് കൂടാനോ കരയാനോ ഒന്നും പോയില്ല. പിന്നെ എന്താ ചെയ്തത്? അവന്റേതായ ഒരു സ്വാതന്ത്ര്യം കണ്ടെത്തുകയാണ്. അതിനാണ് സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്ന കുട്ടിയാണ് അവൻ അല്ലെ. അതാണ് കോളനികളിലൊക്കെ ചുറ്റിക്കറങ്ങി കാണുകയാണ്, കാഴ്ചകളൊക്കെ കണ്ട് പുതിയ അറിവുകൾ നേടാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ ഉള്ളപ്പോഴാണ് അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കളി, അങ്ങനെ ക്രിക്കറ്റ് കളിക്കുന്നവരുടെ കൂട്ടത്തിൽ ചെന്നപ്പെട്ടത്. അപ്പൊ അവന്റേതായ രീതിയിൽ അവന്റെ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു കുട്ടിയാണ് കേശവ് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് അല്ലെ. അടുത്തത്, കേശവ് अब रोज दिन में लड़कों का खेल देखने उधर आने लगा. केशव अब रोज दिन में लड़कों का खेल देखने उधर आने लगा. नीम के नीचे बैठे अपना खेल देख रहे केशव को लड़कों ने कुछ दिनों अपने खेल में तो शामिल नहीं किया, मगर उसे अपनी हंसी मजाक का विषय जरूर बना लिया था. खेल में आउट होकर आए और पहले से नीम के नीचे आकर बैठे लड़के बीच बीच में उसकी खोपड़ी पर तबला बजाते, कभी मजाक में सिर पर हाथ भी जमा देते, तो भी केशव मुस्कुराता रहता. कुछ बड़े लड़के सहानुभूति जताते.
उसकी खोपड़ी के पीछे मत पड़ो यार दुख था होगा. എന്താണ്? കേശവ് അബ് രോജ് ദിൻ മേ ലഡ്കോം കാ ഖേൽ ദേഖ്നെ ഉധർ ആനെ ലഗ. അങ്ങനെ കേശവൻ ദിവസവും ആൺകുട്ടികളുടെ കളി കാണാനായിട്ട്, അല്ലെ ക്രിക്കറ്റ് കളി കാണാനായിട്ട് അവിടെ ആ കോളനിയിലേക്ക് പോകാൻ തുടങ്ങി. നീം കെ നീച്ചെ ബൈഠെ അപ്നാ ഖേൽ ദേഖ് രഹേ കേശവ് കോ. അങ്ങനെ ആ വേപ്പുമരത്തിന്റെ ചുവട്ടിലിരുന്ന് കളി കണ്ടുകൊണ്ടിരുന്ന കേശവനെ ലഡ്കോമിനെ കുച്ച് ദിനോം അപ്നെ ഖേൽ മേൻ തോ ശാമിൽ നഹീ കിയ. ആൺകുട്ടികള് കുറെ ദിവസങ്ങളായിട്ട് അവനെ ഒറ്റയ്ക്ക് വന്നിരിക്കുവാണല്ലോ, എന്നാ അവനെ കൂടെ കളിയിൽ കൂട്ടണമെന്ന് അവർ ചിന്തിച്ചില്ല. ലഡ്കോമിനെ കുച്ച് ദിനോം അപ്നെ ഖേൽ മേൻ തോ ശാമിൽ നഹീ കിയ. അവരുടെ ആ കളികളിൽ അവനെ പങ്കെടുപ്പിച്ചില്ല. മഗർ ഉസെ അപ്നി ഹസി മസാഖ് കാ വിഷയ സെരൂർ ബനാലിയാ ഥാം. എന്നാൽ പങ്കെടുപ്പിച്ചില്ലെന്ന് മാത്രമല്ല, അവനെ കിട്ടുന്ന അവസരത്തിലൊക്കെ കളിയാക്കാനായിട്ടും അവര് ആ സമയം വിനിയോഗിച്ചു. ഉസെ അപ്നി ഹസി മസാഖ് കാ വിഷയ സെരൂർ ബനാലിയ. അവരുടെ തമാശ അല്ലെങ്കിൽ കളിയാക്കലിനുള്ള വിഷയമാക്കി തീർത്തോനെ. खेल में आउट होकर आए और पहले से नींद के नीचे आकर बैठे लटके ബീച്ച് ബീച്ച് മേ ഉസ്കി ഖോപ്പടി പർ തബല ബജാത്തെ. എങ്ങനെയാണ് അവനെ കളിയാക്കുകയും ചുണ്ടി പിടിപ്പിക്കുകയും ചെയ്തത്? ആ കളിയിൽ നിന്ന് ഔട്ടാകുന്ന കുട്ടികള്, അല്ലെങ്കിൽ നേരത്തെ തന്നെ ആ മരത്തിന്റെ ചുവട്ടിലെ വേപ്പ് മരത്തിന്റെ ചുവട്ടിൽ വന്ന തണലിൽ വിശ്രമിക്കാൻ വന്നിരിക്കുന്ന കുട്ടികള്, ഇങ്ങനെയുള്ളവർ എന്ത് ചെയ്തു? ബീച്ച് ബീച്ച് മേ ഉസ്കി ഖോപ്പടി പർ തബല ബജാത്തെ. ഇടയ്ക്കിടയ്ക്ക് അവന്റെ തലക്കിട്ട് കൊട്ടുകൊടുക്കും. അവന്റെ തലയിൽ തബല കൊട്ടും എന്നാണ് പറഞ്ഞാൽ, അവന്റെ തലക്കിട്ട് വെറുതെ ആവശ്യമില്ലാതെ ഞോണ്ടും അല്ലെങ്കിൽ തൊട്ടുകൊടുക്കും, അല്ലെങ്കിൽ എന്താണ് തട്ടുകൊടുക്കും. തബല ബജാന എന്ന് പറഞ്ഞാൽ തട്ടുകൊടുക്കുക എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. കഭി മസാക്ക് മേം സിർപ്പർ ഹാത്ത് ബി സമാദേത്തെ. ചിലപ്പം ഒരു തമാശ പോലെ തലയില് കയ്യും വെക്കും. ഹാത്ത് സമാന എന്ന് പറഞ്ഞാൽ തലക്കെട്ട് അടിക്കുക എന്നാണ്, ചെറുതായിട്ട് തലക്കെട്ട് അടിക്കുന്നതിനാണ് ഹാത്ത് സമാന എന്ന് പറയുന്നത്. മസാക്ക് മേം സിർപ്പർ ഹാത്ത് ബി സമാദേത്തെ. തമാശയായിട്ട് അവന്റെ തലക്കിട്ട് ചെറിയ അടികളും കൊടുക്കുമായിരുന്നു. തോഫി കേശവ് മുസ്കുരാത്ത രഹത്ത. ഇതൊക്കെയാണെങ്കിലും കേശവൻ അതൊന്നും ഒരു വിഷയമല്ല, അവൻ പുഞ്ചിരിച്ചുകൊണ്ടേയിരിക്കും. കുച്ച് ബെഡേ ലഡ്കെ സഹാനുഭൂതി ജതാത്തെ. അതിൽ തന്നെ കുറച്ച് മുതിർന്ന കുട്ടികളുണ്ടായിരുന്നു. അവരെന്താണ്? സഹാനുഭൂതി ജതാത്തെ. ഇടയ്ക്കിടയ്ക്ക് സഹാനുഭൂതിയോടുകൂടി പറയും. എന്താ പറയുന്നത്? ഉസ്കി കോമ്പടിക്ക് പീച്ചെ മത് പടോയാർ ദുഃഖത്താ ഹോക. ആ ഇളയ കുട്ടികളോട് അല്ലെങ്കിൽ ചെറിയ കുട്ടികളോടാണ് പറയുന്നത്. അവന്റെ തലയുടെ പുറകെ നിങ്ങൾ പോകരുത്, അല്ലെ അവന്റെ തലക്കിട്ട് കൊട്ടാനൊന്നും പോകരുത് കേട്ടോ. ദുഃഖത്താ ഹോക. അവസാനം അത് വിഷയമാകും നമ്മൾ പറയല്ലേ, അതാണ് ദുഃഖത്താ ഹോക. ദുഃഖിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ അവൻ എന്തെങ്കിലും പറ്റിയെങ്കിൽ പിന്നെ അതിന്റെ പുറകെ നമ്മൾ നടക്കേണ്ടി വരും. അവനെ നിങ്ങൾ ഉപദ്രവിക്കരുതെന്ന ഇളയ കുട്ടികളോട്, അല്ലെ ചെറിയ കുട്ടികളോട് ഉള്ളതിലെ മുതിർന്ന കുട്ടികള് ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു. कुछ दिनों में वह लड़कों के खेल की जरूरत भी बन गया था. किसी लड़के के समय पर ना पहुंचने पर वे केशव को उसके घर बुलवाने भेजने लगे. केशव उचक उचक कर अपने नन्हे हाथों से उस लड़के के घर की ऊंची कॉलबेल बजाता. लड़का खुद प्रकट हुआ तो ठीक, यदि उसके घर वाले निकल आते तो केशव को देखकर अपने लड़कों को खेलने न भेजने का उनका इरादा और पक्का हो जाता. कुछ दिनों में वह लड़कों के खेल की जरूरत भी बन गया था. ഇങ്ങനെ കുറെ ദിവസം ആയി കഴിഞ്ഞപ്പോൾ കേശവനെ അവിടെയുള്ള കുട്ടികൾക്കൊക്കെ നല്ല പരിചയമായി. കളിയിലൊന്നും കൂട്ടുന്നില്ലെങ്കിലും അവൻ അവരുടെ കളിയുടെ ഒരു അവശ്യ ആളായി മാറി. ജരൂരത്ത് ഭി ബൻ ഗയ എന്ന് പറഞ്ഞാൽ അവശ്യം വേണ്ട ഒരാളായി മാറി അവൻ അവിടെ. എങ്ങനെയാണ് അങ്ങനെ മാറിയത്? അവശ്യ ഘടകമായി മാറിയത് എങ്ങനെയാണ്? किसी लड़के के समय पर ना पहुंचने पर वे केशव को उसके घर बुलवाने भेजने लगे. കളിക്കാൻ വരേണ്ട കുട്ടികളിൽ ഏതെങ്കിലും ഒരു കുട്ടി സമയത്ത് വന്നില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? കേശവനെ അവന്റെ വീട്ടിലേക്ക് അവനെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് അയക്കും. കേശവ് ഉജക് ഉജക് കർ അപ്നെ നനെ ഹാത്തോം സെ ഉസ് ലഡ്കെ കി ഘർ കി ഊംചി കോൾബെൽ ബജാത. കേശവനാണെങ്കിൽ എന്ത് ചെയ്യും? അവൻ ഉച്ചക് ഉച്ചക് കർ എന്ന് പറഞ്ഞാൽ മുകളിൽ കയറി എന്നാണ്. എത്തത്തില്ലായിരിക്കും, ചെറിയ കുട്ടിയല്ലേ, അവന് പൊക്കവും കുറവാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പം കോളിംഗ് ബെല്ലൊക്കെ എത്തില്ലായിരിക്കും. അപ്പൊ അവന് ചാടിയാണ് കോളിംഗ് ബെല്ല് അടിക്കുന്നത്. അതാണ് ഉച്ചക് ഉച്ചക് കർ എന്ന് പറയുന്നത്. അപ്പനെ നനേ ഹാത്തോംസെ, തന്റെ ആ കുഞ്ഞു കൈ കൊണ്ട് ഉസ് ലഡ്കെ കെ ഘർ കി ഊംചി കോൾബെൽ ബജാത്ത, ആ കുട്ടിയുടെ വീട്ടിലെ എന്താണ് ഉയരത്തിലിരിക്കുന്ന ആ കോളിംഗ് ബെല്ല് അവൻ അടിക്കും. ലഡ്ക ഖുദ് പ്രകട ഹുവാത്തോ ടീക്. കോളിംഗ് ബെല്ല് അടിക്കുമ്പോൾ കുട്ടിയാണ് പുറത്ത് വരുന്നത്, കുട്ടി സ്വയമാണ് പുറത്തേക്ക് വരുന്നതെങ്കിൽ ടീക്, പ്രശ്നമൊന്നുമില്ല, ശരി. യദി ഉസ്കെ ഘർവാലേ നികലാത്തേത്തോ, എന്നാൽ അവന്റെ സ്ഥാനത്ത് അവന്റെ വീട്ടിലുള്ളവരാണ് പുറത്തേക്ക് വരുന്നെങ്കിലോ, തോ കേശവ് കോ ദേഖ്കർ അപ്നെ ലഡ്കെ കോ ഖേൽനെ നാ ഭേജ്നെ കാ ഉൻകാ ഇരാദ ഔർ പക്കാ ഹോ ജാതാ.
അങ്ങനെ വീട്ടുകാരാണ് പുറത്തേക്ക് വരുന്നെങ്കിൽ കേശവനെ കാണുമ്പോൾ തന്നെ തങ്ങളുടെ മകനെ കളിക്കാൻ വിടണ്ട എന്ന അവരുടെ ആ തീരുമാനം ഒന്നുകൂടെ ഉറപ്പിക്കും അവര്. എന്ന് പറഞ്ഞ എന്താണ്, ആ കേശവൻ അല്ലെങ്കിൽ കേശവ് പട്ടണത്തിലെ കുട്ടിയല്ല, അവനൊരു ഗ്രാമീണ ബാലനാണ് അല്ലെ. അപ്പം എന്താണ്, അവന്റെ കെട്ടിലും മട്ടിലും ഭാവത്തിലും വേഷത്തിലും ഒക്കെ ആ ഗ്രാമീണതയുണ്ട്. അപ്പൊ ഒരു വ്യത്യാസം ഗ്രാമത്തിലെ കുട്ടികളും പട്ടണത്തിലെ കുട്ടികളും തമ്മിലുള്ള ഒരു വ്യത്യാസം അവിടെ പ്രകടമാണ് അല്ലെ. അങ്ങനെയുള്ള ഗ്രാമത്തിലെ കുട്ടികളുടെ കൂടെ തങ്ങളുടെ കുട്ടികളെ കളിക്കാൻ വിടാനായിട്ട് പട്ടണത്തിലെ മാതാപിതാക്കള് ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്താ പറയുന്നത് നോക്കിയേ. ഗുല്ലു ആജ് ഖേൽനെ നഹി ജായേഗ പടായി കരേഗ തും ഭാഗോ യഥാം സേ. വീട്ടുകാരാണ് വരുന്നെങ്കിൽ പറയും, ഗുല്ലു എന്ന് പറയുന്ന കുട്ടിയുടെ പേരായിരിക്കും. ഗുല്ലു ആജ് ഖേൽനെ നഹി ജായേഗ, ഗുല്ലു ഇന്ന് കളിക്കാൻ വരുന്നില്ല, പടായി കരേഗ അവന് പഠിക്കാനുണ്ട്, പഠിക്കട്ടെ. തും ഭാഗോ യഥാം സേ, നീ ഇവിടുന്ന് വേഗം പൊക്കോ. ഭാഗോ എന്ന് പറഞ്ഞാൽ ഓടിക്കോ ഇവിടുന്ന്, അവൻ ഇന്ന് കളിക്കാൻ വരുന്നില്ല, അവന് പഠിക്കാനുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ പറയാറുണ്ട് അല്ലെ, കളിക്കാൻ ചെന്ന് വിളിക്കുമ്പോൾ വീട്ടുകാരങ്ങനെ പറയാറുണ്ട്. ആന്റി ഉസ്കെ ദോസ്ത് ബുലാ രഹേ ഹേ കേശവ് മാസൂമിയത്തിസെ കഹത്ത. ആന്റി അവന്റെ കൂട്ടുകാർ വിളിക്കുന്നു. കേശവൻ വളരെ നിഷ്കളങ്കതയോടുകൂടി അങ്ങനെ പറയും. തുംകോ ഭാഗിനെ ബോലാ ഹേ ഫിർ ഭി ഖടേ ഹോ ലഗാവൂ ക്യാ ദോ ചാപട്ട്. അപ്പൊ അതിന് മറുപടി പറയുന്നത് എന്താണ്, തുംകോ ഭാഗിനെ ബോലാ ഹേ, നിന്നോട് ഇവിടുന്ന് പോകാൻ ഞാൻ പറഞ്ഞു, ഓടിപ്പോയിക്കോളാൻ ഞാൻ പറഞ്ഞു. ഫിർ ഭി ഖടേ ഹോ, എന്നിട്ട് വീണ്ടും നിൽക്കുവാണോ. ലഗാവൂ ക്യാ ദോ ചാപട്ട്, ഞാൻ 2 അടിയിട്ട് തരും, അല്ലെങ്കിൽ അടിയിട്ട് തരട്ടെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വീണ്ടും ഇവിടെ നിന്നാൽ നല്ല തല്ല് നീ മേടിക്കും, ഇവിടുന്ന് പൊക്കോ. ലഗാവും ദോ ചാപട്ട്, ചാപട്ട് എന്ന് പറഞ്ഞാൽ അടി എന്നാണ് കേട്ടോ. കൈ കൊണ്ട് അടിക്കുന്നതിനാണ് ചാപട്ടിനെന്ന് പറയുന്നത്. അപ്പൊ കൈ കൊണ്ട് ഞാൻ നല്ല അടിയിട്ട് തരും, വേഗം ഇവിടുന്ന് പൊയ്ക്കോ. ചോദ്യം നോക്കിയേ. ഗുല്ലു കോ ഖേലിനെ നാ ഭേജനെ കെ ഘർവാലോം കെ ഇരാദെ പർ ആപ്കാ വിചാർ ക്യാ ഹേ. ഗുല്ലുവിനെ കളിക്കാൻ അയക്കുന്നില്ല എന്ന ആ വീട്ടുകാരുടെ തീരുമാനത്തിൽ നിങ്ങളുടെ വിചാരം എന്താണ്? ഗുല്ലുവിനെ കളിക്കാൻ അയക്കുന്നില്ല എന്ന് വീട്ടുകാരെ തീരുമാനിക്കാൻ 2 കാരണമുണ്ട്. ഒന്ന്, അവന് പഠിക്കണം അല്ലെ. മറ്റൊന്ന്, ഈ കുട്ടിയെ കാണുമ്പോൾ ഇവൻ ഗ്രാമത്തിലെ കുട്ടിയാണെന്നുള്ള മനസ്സിലാവും. അപ്പം ഇവന്റെ കൂടെ തങ്ങളുടെ കുട്ടി കളിക്കണ്ട എന്നുള്ള വിചാരം. ഈ 2 കാര്യങ്ങൾ കൊണ്ടാണ് കളിക്കാൻ അയക്കാത്തത് അല്ലെ. ഇതിൽ ആദ്യത്തെ കാര്യം ഓക്കെ, പക്ഷെ എപ്പോഴും പഠനം തന്നെ ആയാലും ശരിയാവില്ലല്ലോ. കുട്ടികൾക്ക് പിന്നെ മാനസിക ഉല്ലാസം കിട്ടുന്നതോടൊപ്പം തന്നെ, അല്ലെങ്കിൽ ബുദ്ധിപരമായ വികാസം കിട്ടുന്നതോടൊപ്പം തന്നെ മാനസിക ഉല്ലാസം കൂടെ കിട്ടണം. മാനസിക ഉല്ലാസം കിട്ടുന്നത് കളികളിൽ കൂടെയാണ് അല്ലെ. പ്രത്യേകിച്ചും സോഷ്യലൈസേഷൻ നടക്കുന്നത് കൂട്ടുകൂടുമ്പോഴാണ്. മറ്റു കുട്ടികളുടെ കൂടെ കളിക്കുകയൊക്കെ ചെയ്താലേ കുട്ടികളുടെ മാനസിക വികാസം ശരിക്കും ഉണ്ടാവുള്ളൂ. അവരെ തീർച്ചയായിട്ടും കളിക്കാൻ വിടേണ്ടതാണ് അല്ലെ. ഇതാണ് നമ്മുടെ ഒരു ആശയം. നമുക്ക് അടുത്തതിലേക്ക് വരാം. അങ്ങനെ വരുമ്പോൾ എന്താ സമയത്ത് खिलाड़ी की कमी की पूर्ति केशव से की जाती, मगर दूर इमारतों से, झाड़ियों से, गंदी नाली से बॉल लाने का जिम्मा केशव का ही होता, चाहे वो दोनों टीमों का किसी का भी हिस्सा हो. कई बार उनकी बॉल किसी खूंखार दंपति के हाथ में चली जाती, जिन्हें लड़कों का इधर खेलना ही पसंद नहीं था. बड़े लड़कों को वहां बॉल मांगने जाने पर अपमानित होने और बॉल से हाथ धो बैठने का डर रहता था. इसलिए वे कुछ देर रुककर चुपके से केशव को उनके अहाते के अंदर उतारते. केशव बंदर की तरह बॉल को ढूंढकर बाहर उछाल देता और लड़के केशव को वापस अहाते के बाहर खींच लेते. खेल के ज्यादातर समय केशव किनारे बैठा बाकी लड़कों को खेलता देखता रहता. तब खिलाड़ी की कमी की पूर्ति केशव से की जाती. ഇങ്ങനെ ഏതെങ്കിലും കൂട്ടുകാരനെ വിളിക്കാൻ ചെന്നിട്ട് വിട്ടില്ലെങ്കിൽ അവിടെ ഒരു കളിക്കാരന്റെ കുറവുണ്ടാകും അല്ലെ. ക്രിക്കറ്റ് കളിക്കാനായിട്ട് നമുക്കറിയാം കൃത്യ എണ്ണം ആൾക്കാർ വേണം. അപ്പൊ അങ്ങനെ കുറവുണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? ഖിലാഡിക്ക് കമിക്ക് പൂർത്തി കേശവ് സെ കി ജാത്തി. കളിക്കാരുടെ കുറവ് കേശവനെ കൊണ്ടവര് പൂർത്തീകരിക്കും. എന്ന് പറഞ്ഞാൽ ആളില്ലാത്തപ്പോൾ മാത്രം കേശവനെ കൂട്ടത്തിൽ കൂട്ടും. മഗർ ദൂർ ഇമാരത്തോംസെ, പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട്. എന്താണ് ദൂർ ഇമാരത്തോംസെ? കളിക്കുമ്പോൾ ബോള് ചിലപ്പോൾ ചെന്ന് വീഴുന്നത് വളരെ ദൂരെയുള്ള കെട്ടിടങ്ങളിലായിരിക്കും. അങ്ങനെയുള്ള കെട്ടിടങ്ങളിൽ നിന്നും, ചടിയോംസെ, ചിലപ്പം ബോൾ വീഴുന്നത് കുറ്റിക്കാടുകളിലാണെങ്കിൽ ആ കുറ്റിക്കാടുകളിൽ നിന്നും, ഗന്തി നാലീസെ, ചിലപ്പം ചീഞ്ഞ വെള്ളം ഒഴുകുന്ന ഓടകളിലായിരിക്കും ബോൾ എന്ന് വീഴുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഓടകളിൽ നിന്ന് പോലും ബോൾ ലാനേക്ക സിമ്മ, ബോൾ എടുത്തുകൊണ്ട് വരാനുള്ള ഉത്തരവാദിത്തം കേശവ് കാഹി ഹോത്ത, കേശവന് തന്നെ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ കളിയിൽ കൂട്ടുന്നതിന് പകരമായിട്ട് അവര് കേശവനെ കൊണ്ട് ചെയ്യിച്ചിരുന്ന ജോലികളാണ് അല്ലെ. ദൂരെ വലിയ കെട്ടിടങ്ങളിലൊക്കെ വീഴുന്ന, അല്ലെങ്കിൽ കുറ്റിക്കാടുകളിൽ വീഴുന്ന, അല്ലെങ്കിൽ
എന്താണ് ഓടകളിൽ വീഴുന്ന പന്ത് എടുപ്പിച്ചുകൊണ്ട് വന്നിരുന്നത് കേശവനെ കൊണ്ട് ആയിരുന്നു. ചാഹെ വഹ് ദോനോ ടീമോമേം കിസി കാ ഭി ഹിസ്സാ ഹോ. രണ്ട് ടീമാണ് ക്രിക്കറ്റ് കളിക്കാനുള്ളത് അല്ലെ. ഈ രണ്ട് ടീമിലും ആരെങ്കിലും ചിലപ്പം പന്തെറിയുമ്പോൾ ദൂരെ വീണേക്കാം. കേശവൻ ഏത് ടീമിന്റെയും അംഗമാകാം. ചാഹെ വഹ് ദോനോ ടീമോമേം കിസി കാ ഭി ഹിസ്സാ ഹോ. രണ്ട് ടീമിൽ എവിടെയാണോ ആള് കുറവുള്ളത് അവിടെ അവൻ ഭാഗമാകുന്നു. കൈബാർ, അങ്ങനെ ഏത് ടീമിലാണ് ഭാഗമാകുന്നതെങ്കിലും കൊള്ളാം. പന്ത് എവിടെയെങ്കിലും ദൂരെ അകന്ന് പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെളിവെള്ളത്തിൽ വീണിട്ടുണ്ടെങ്കിൽ എടുത്തോണ്ട് വരേണ്ട ഉത്തരവാദിത്തം അവന്റേതാണ്. അത് ടീം ഏതാണേലും ഉത്തരവാദിത്തം അവന്റേതാണ്. കൈബാർ ഉൻകി ബോൾ കിസി ഖുങ്കാർ ദമ്പതിക്ക് അഹാത്തമേ ചലി ജാത്തി. കുറെ തവണ അവരുടെ ബോള് ഭയങ്കര ദേഷ്യമുള്ള ഖുങ്കാർ ദമ്പതി എന്ന് പറഞ്ഞ ദേഷ്യമുള്ള കുടുംബനാഥനും കുടുംബനാഥയും, അവരാണ് ദമ്പതി. ഭയങ്കര ദേഷ്യത്തോടുകൂടി ജീവിക്കുന്നവര്, കുട്ടികളോടൊന്നും ഇഷ്ടമില്ലാത്ത ചില ദമ്പതിമാര്. അങ്ങനെയുള്ളവരുടെ വരാന്തയിൽ അല്ലെങ്കിൽ അവരുടെ പുരയിടത്തിൽ ചെന്ന് വീണാൽ ജിനെ ലഡ്കോങ്ക ഇതർ ഖേൽനാഹി പസന്ദ് നഹീ താ. അവർക്ക് ആണെങ്കിൽ ഈ കുട്ടികൾ ഇവിടെ ക്രിക്കറ്റ് കളിക്കുന്നത് ഇഷ്ടമല്ലായിരിക്കും. അങ്ങനെയുള്ളവരുടെ മുറ്റത്തും ചിലപ്പോൾ ഈ ബോൾ ചെന്ന് വീഴും. അങ്ങനെയുള്ളവരുടെ മുറ്റത്ത് ചെന്ന് വീണാൽ എന്ത് സംഭവിക്കും? ബിഡെ ലഡ്കോങ്കോ വഹാ ബോൾ മാങ്കിനെ ജാനെ പർ അപമാനിത് ഹോനെ. മുതിർന്ന കുട്ടികൾക്ക് അവിടെ ബോൾ ചോദിക്കാൻ പോകാൻ മടിയാണ്. കാരണം എന്താണ്? അവിടെ ചെല്ലുമ്പോൾ ആ ദമ്പതിമാര് അപമാനിക്കും, ഇവരെ കുട്ടികളെ വഴക്ക് പറയും അല്ലെ. അപ്പൊ അവർക്ക് നാണക്കേട് തോന്നും, അങ്ങനെ അപമാനിക്കപ്പെടും. ചിലപ്പോൾ എന്ത് ചെയ്യും? ബോൾ സെ ഹാത്ത് ധോ ബൈഠനേക്കാൾ ഡർ രഹത്താ താ. ചിലപ്പോഴാണെങ്കിൽ ബോൾ കൊടുക്കില്ല, അപ്പൊ ബോള് നഷ്ടപ്പെട്ടു പോകും. ബോൾ സെ ഹാത്ത് ധോന എന്ന് പറഞ്ഞാൽ ബോൾ നഷ്ടപ്പെട്ടു പോവുക. അവരത് പിടിച്ചു വെക്കും ബോള്. അങ്ങനെ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ബോൾ നഷ്ടപ്പെട്ടും പോകും. അപ്പൊ ഇത് ഈ കുട്ടികൾക്ക് ഭയമാണ്. ബൈഠനേക്കാൾ ഡർ രഹത്താ താ. അങ്ങനെയുള്ള വീട്ടുകാരുടെ മുമ്പിൽ ബോൾ എടുക്കാൻ പോകാന് ഈ മുതിർന്ന കുട്ടികൾക്ക് ഭയമാണ്. इसलिए वे कुछ देर रुककर चुपके से केशव को उनके हाथे के अंदर उतारते. അങ്ങനെയുള്ള അവസരങ്ങളിൽ ഇവരെന്ത് ചെയ്യും? കുറച്ചു സമയം അനങ്ങാതെ നിൽക്കും. ആരുമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിശബ്ദമായിട്ട് സാവധാനം കേശവനെ അവരുടെ പുരയിടത്തിലേക്ക് ഇറക്കും. ഗേറ്റ് ഒക്കെയാണ്, ഗേറ്റിന്റെ മുകളിൽ കൂടെ കയറ്റി എടുത്ത് കയറ്റിയിട്ട് താഴേക്ക് പയ്യെ ഇറക്കും. അവരെ പിടിച്ച് ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇറക്കുക എന്നാണ്. അപ്പൊ ഗേറ്റിൽ കൂടെ അവനെ താഴേക്ക് ഇറക്കും. കേശവ് ബന്ദർക്കി തരഹ് ബോൾ കോട്ട് ഉണ്ടുക്കർ ബാഹർ ഉച്ചാൽ ദേത്ത. കേശവനാണെങ്കിൽ കുരങ്ങനെ പോലെ എന്ന് പറഞ്ഞാൽ പതിയെ പതിയെ പമ്മി നടന്ന് കണ്ടുപിടിക്കും. കണ്ടുപിടിച്ചിട്ടോ ബന്ദർക്കി തരഹ് ബോൾ കോട്ട് ഉണ്ടുക്കർ ബാഹർ ഉച്ചാൽ ദേത്ത. അവനാ പന്ത് കണ്ടുപിടിച്ച് പുറത്തേക്ക് എറിഞ്ഞു കൊടുക്കും. അവർ ലഡ്കെ കേശവക്കോ വാപ്പസ് ഹാത്തേക്ക് ബാഹർ കീഞ്ചിലെത്തെ. എറിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടികൾ കേശവനെ എന്ത് ചെയ്യും? ആ ഗേറ്റിന്റെ പുറത്തൂടെ അല്ലെ മതിലിന്റെ പുറത്തൂടെ ആ കെട്ടിടത്തിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ താമസ സ്ഥലത്തു നിന്ന് പുറത്തേക്ക് അവനെ വലിച്ചെടുക്കും. ചെറിയ കുട്ടിയായതുകൊണ്ട് അവനെ വലിച്ചു വെക്കാനൊന്നും വലിയ വിഷമമില്ല അല്ലെ. അപ്പൊ മുതിർന്ന കുട്ടികൾ അവനെ വലിച്ചെടുത്ത് പുറത്തേക്ക് നിർത്തും. കേൾക്കേസ് യാഥാർത്ഥ സമയം കേശവ കിനാരെ ബൈഠാം. ഇങ്ങനെ ഈ കളിയുടെ ഒട്ടുമുക്കാൽ സമയവും കേശവ എന്ത് ചെയ്യും? കിനാരെ ബൈഠ, അവിടെ ചെന്ന് വെറുതെ ഇരിക്കുകയാണ്, അവരുടെ അടുത്തിരിക്കുകയാണ്. കിനാര എന്ന് പറഞ്ഞാൽ തീരം എന്നാണ്. തീരത്തിരിക്കുന്ന ഉള്ള അർത്ഥത്തിലല്ല, ഇവിടെ സൈഡിലിരിക്കും. ബാക്കി ലഡ്കോങ്കോ ഖേൽത്താ ദേഖ്താ രഹത്താ. ബാക്കി കുട്ടികൾ കളിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കും. കാരണം എന്താണ്? അവൻ ഒന്നാമത് ചെറിയ കുട്ടിയാണ്. പിന്നെ അവനെ എപ്പോഴും ഒന്നും അവർ കളികളിൽ ഉൾപ്പെടുത്തില്ല. ആരെങ്കിലും ഇല്ലാതെ വന്നാലൊക്കെ മാത്രമേ അവനെ ഉൾപ്പെടുത്തുള്ളൂ. അപ്പം ബാക്കി സമയം മുഴുവൻ അവൻ ഇവരുടെ കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. कोई भी टीम उसे अपनी तरफ खिलाने को तैयार नहीं होती थी. कई बार केशव ने अपने माता पिता से उसके लिए भी बेला और बॉल खरीद देने का आग्रह किया था, मगर माता पिता ने उसे टपट दिया था. जब तू अच्छे नंबर से 5वीं पास कर लेगा तो एक बॉल खरीद ही देंगे और बेला उसके बारे में भी तब सोचेंगे. बेचारा केशव दिन को रुआम सा पड़ा रहा था, मगर रात को सपने में वह अपने को अक्सर क्रिकेट खेलता देखा करता. उसके हाथों में नया बेला और सिर पर छक वाइट कैप होती. टांगों पर शानदार मोटे पाड़ कसे होते. मोटे मेढक की तरह दिखते. अपने उस रूप की कल्पना पर वह मन ही मन मुस्कुराता. दूसरे लड़के जागीद हो उसे खेलता देखते रहते और वह धनाधन रन पर रन बना रहा होता. ये छक्का, ये चौका, नहीं नहीं नॉट आउट हूं. वह बड़बड़ाते हुए कभी कभी उठ बैठता तो उसे माता पिता की डांट भी खानी पड़ती. कोई भी टीम उसे अपनी तरफ खिलाने को तैयार नहीं होती थी. എങ്ങനെയൊക്കെ ജോലി ചെയ്യിക്കുമെങ്കിലും ഒരു ടീമും അവരുടെ കൂടെ കൂട്ടി
കളിക്കാരനാക്കാനായിട്ട് ആരും തയ്യാറായില്ല. കേശവനെ കളിക്കാരനാക്കാനായിട്ട് ആരും തയ്യാറായില്ല. कई बार केशव ने अपने माता पिता से उसके लिए भी बेला और बॉल खरीद देने का आग्रह किया था. കുറെ തവണ കേശവ് അവന്റെ മാതാപിതാക്കളോട് അവനൊരു ബോളും ബാറ്റും മേടിച്ചു കൊടുക്കാനായിട്ട് പറഞ്ഞു. ബോൾ, ബെല്ല എന്ന് പറഞ്ഞാൽ ബാറ്റാണ്. ബാറ്റും ബോളും മേടിച്ചു കൊടുക്കാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചു. മകർ മാതാപിതാനെ ഉസെ ടപഡ് ദിയാ था. പക്ഷെ മാതാപിതാക്കള് അവനെ ശകാരിച്ചു. എന്ത് പറഞ്ഞാണ് ശകാരിച്ചത്? ജബ് തു അച്ഛേ നമ്പർ സെ 5വീം പാസ് കർ ലേഗാ തോ ഏക് ബോൾ ഖരീദ് ഹി ദേംഗെ. നീ നല്ല മാർക്കോടുകൂടി 5ാം ക്ലാസ് പാസ് ആകുന്നത് എന്നാണോ അപ്പോൾ ഒരു ബോൾ വാങ്ങിച്ചു തരും. ഇതാണ് പറയുന്നത്. ഓർ ബെല്ല, അപ്പം ബാറ്റ് എന്ന് വാങ്ങിച്ചു തരും. ഉസ്കെ ബാരെ മേ ഭി തബ് സോച്ചെങ്കെ. അതിനെക്കുറിച്ച് അന്നേരം ചിന്തിക്കാം. ബേച്ചാര കേശവ് ദിൻകോ രൂവാംസ പട. പാവം കേശവ് ഇത് കേട്ട് പകല് മുഴുവൻ കരഞ്ഞതുപോലെ ഇരിക്കും. മകർ രാത്രിക്കോ സപ്നേമേ മഹാപ്നേക്കോ അക്സർ ക്രിക്കറ്റ് ഖേൽത്താ ദേഖാ കർത്താ. പക്ഷെ രാത്രിയിൽ അവൻ എന്ത് ചെയ്യും? സ്വപ്നത്തിൽ എന്നും അവൻ താൻ ക്രിക്കറ്റ് കളിക്കുന്നതായിട്ട് കണ്ടുകൊണ്ടേയിരുന്നു. സപ്നേമേം മഹാപ്നേക്കോ അക്സർ ക്രിക്കറ്റ് ഖേൽത്താ ദേഖാ കർത്താ. എപ്പോഴും ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് അവന് സ്വപ്നത്തിൽ കണ്ടിരുന്നത്. ഉസ്കെ ഹാത്തോമേ നയാ ബെല്ല അവർ സിർ പർ ഛക് വൈറ്റ് ക്യാപ് ഹോത്തി. അവൻ സ്വപ്നത്തിൽ കാണുമ്പോൾ അവന്റെ രൂപം എങ്ങനെയാണ്? ഉസ്കെ ഹാത്തോമേ നയാ ബെല്ല, അവന്റെ കൈകളിൽ നല്ല പുതിയൊരു ബാറ്റ്. സിർ പർ ഛക് വൈറ്റ് ക്യാപ്, തലയിലാണെങ്കിൽ നല്ലൊരു വെള്ളത്തൊപ്പി. ക്രിക്കറ്റുകാരുടെ തൊപ്പി അങ്ങനെയാണ് അല്ലെ. ടാങ്കോംബർ ശാൻഡർ മോട്ടെ പാട്, അവന്റെ മുട്ടുകളിൽ നല്ല ഭംഗിയുള്ള തടിച്ച പാട്. ക്രിക്കറ്റുകാരൊക്കെ ക്രിക്കറ്റ് കളിക്കുമ്പോൾ കാലിൽ ഇങ്ങനെ പാട് വെച്ച് കെട്ടിയിട്ടാണ് ക്രിക്കറ്റ് കളിക്കുന്നത് അല്ലെ. നമുക്കറിയാം, കാരണം ബോൾ വന്ന് കൊണ്ടുകഴിഞ്ഞാൽ നല്ല കനമുള്ള ബോളാണ് അല്ലെ. കുട്ടികൾക്കൊക്കെ ഒടിയൊക്കെ ഉണ്ടാകും. അത് ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. അതിങ്ങനെ ചുറ്റി കെട്ടി വെച്ചിരിക്കുന്നു. കസ്ന എന്ന് പറഞ്ഞാൽ കെട്ടുക എന്നാണ്. मोटे मेढक की तरह दिखते अपने उस रूप की कल्पना पर वह मन ही मन मुस्कुरा था. അവന് തന്നെ ചിരി വരികയാണ്. കാരണം എന്താണ്? ഈ വൈറ്റ് ക്യാപ്പും വെച്ച് പിന്നെ കാൽമുട്ടിൽ ഇങ്ങനെ പാടുമൊക്കെ കെട്ടി വെച്ചിട്ടുള്ള അവന്റെ രൂപം, അവന് ഒന്നാമത് പൊക്കം കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ അവൻ പറയാണ് മോട്ടെ മേട്ടക്ക് കീത്തര, നല്ല തടിച്ച ഒരു തവളയെ പോലെയാണ് അവന് തന്നെത്താൻ തോന്നുന്നത്. अपने उस रूप की कल्पना पर वह मन ही मन मुस्कुरा था. തന്റെ ആ ഒരു രൂപം, തടിച്ച ഒരു തവളയെ പോലെയുള്ള തന്റെ ഒരു രൂപം, അത് ഭാവനയിൽ കാണുമ്പോൾ തന്നെ അവൻ ഉള്ളിന്റെ ഉള്ളിൽ പുഞ്ചിരിക്കുമായിരുന്നു. ദൂസരെ ലഡ്കെ ചങ്ങിത് ഹോ ഉസെ ഖേൽത്ത. പക്ഷെ കളിയിൽ എങ്ങനെയാണ് അവൻ കളിക്കുന്നത് കണ്ട് മറ്റുള്ള ആൺകുട്ടികൾ അല്ലെ മറ്റുള്ള കുട്ടികള് ഭയങ്കരമായിട്ട് വിസ്മയിച്ചിരുന്നു, അത്ഭുതപ്പെട്ടിരുന്നു. ചങ്ങിത് ഹോ ഉസെ ദേഖ, അത്ഭുതത്തോടുകൂടി അവനെ കണ്ടിരുന്നു. ചകിത് ഹോ ഉസെ ഖേൽത്ത ദേഖത്തെ രഹത്തെ, അവൻ കളിക്കുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു മറ്റു കുട്ടികൾ അത്ഭുതത്തോടുകൂടി. और वह धनादन റൺ ഫോർ റൺ ബനാ രഹാ ഹോത്ത. അവനാണെങ്കിലോ എങ്ങനെയാണ് റണ്ണ് തുടർച്ചയായിട്ട് ധനാദൻ റൺ ബനാ രഹത്താ ഹോത്ത, തുടർച്ചയായിട്ട് റണ്ണുകൾ ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഏ ചക്ക ഏ ചൗക്ക, ഒന്ന് സിക്സർ. ചക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? സിക്സർ. ചൗക്ക എന്ന് പറഞ്ഞാല് 4. നഹി നഹി നോട്ട് ഔട്ട് ഹും, ഇല്ലില്ല, സിക്സർ അടിച്ചും 4 അടിച്ചും നിൽക്കുകയാണ്. ഇതുവരെ ഔട്ടായിട്ടില്ല, നോട്ട് ഔട്ട് ഹും. അപ്പൊ ബെഡ്ബടാത്തെ ഹുയെ കഭി കഭി ഉഡ്ബൈത്ത. ചിലപ്പോൾ ഈ സ്വപ്നം കണ്ടവൻ പെറുപുറപ്പോടുകൂടി അല്ലെ പെറുപുറത്തോണ്ട് കഭി കഭി ഉഡ്ബൈത്ത, ചിലപ്പോഴൊക്കെ രാത്രിയിൽ എഴുന്നേറ്റിരിക്കും. ദിവസം മാതാപിതാക്കി ഠാണ്ട് തീ ഖാനിപ്പെടുത്തി. അപ്പോ മാതാപിതാക്കൾ എന്ത് ചെയ്യും? അവനെ ശരിക്കും ശകാരിക്കും. ഠാണ്ട് ഖാന എന്ന് പറഞ്ഞാൽ ശകാരിക്കുക എന്നാണ്, വഴക്ക് കേൾക്കേണ്ടി വരിക എന്നാണ് ഠാണ്ട് ഖാന എന്ന് പറഞ്ഞാൽ. മാതാപിതാക്കള് വഴക്ക് പറയും, കിടന്നുറങ്ങണമെന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയാറുണ്ട്. इधर कॉलोनी के लड़कों ने होली के नाम पे मोहल्ले में चंदा किया, कुछ अपना भी जोड़ा और शहर जाकर जमा चंदे से नई क्रिकेट सामग्री के साथ एक शील्ड भी खरीद ली. 4 दिनों तक चलने वाले उनके इस टेस्ट मैच में जीतने वाली एक टीम का उस शील्ड पर कब्जा होना तय था. लड़के 2 टीमों में बंटे और कुछ दिनों अभ्यास भी करते रहे. फिर अपनी अपनी टीम को जिताने के लिए मैदान में उतर गए. केशव को किसी भी टीम में जगह नहीं मिली थी. അങ്ങനെ ഇരിക്കെ അവിടെ ഒരു സംഭവം ഉണ്ടായി. എന്താണ്? ഹോളി വലിയ ആഘോഷമാണ് ഉത്തർപ്രദേശിലൊക്കെ അല്ലെ. അപ്പൊ ഹോളിയോടനുബന്ധിച്ച് അവര് ഈ ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികൾ ഒരു മത്സരം നടത്താൻ തീരുമാനിച്ചു. ഇതർ കോളനിക്ക് ലഡ്കോമിനെ ഹോളിക്ക് നാമത്തെ മൊഹല്ലേമേം ചന്താക്കിയ. ഈ കോളനിയിലെ കുട്ടികൾ എല്ലാവരും കൂടെ ചേർന്ന് ഹോളി സമയത്ത് അല്ലെങ്കിൽ ഹോളിയുടെ സമയത്ത് ഒരു മാച്ച് നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് മൊഹല്ലേമേം ചന്താക്കിയ, അവിടെ കുട്ടികളുടെ ഇടയിലെ ഗ്രാമത്തിലൊരു ഇരിവ് നടത്തി. കൊച്ചപ്പനാഫിജോട, അപ്പിരിച്ച് കിട്ടിയ തുകയുടെ കൂടെ അവര് സ്വന്തമായിട്ട് കുറച്ച് തുകയും കൂടെ കൂട്ടിച്ചേർത്തു.
അവർ शहर जाकर जमा चंदे से नई क्रिकेट सामग्री के साथ പട്ടണത്തിലേക്ക് പോയിട്ട് എന്ത് ചെയ്തു? ആ പിരിച്ച തുക കൊണ്ട് പുതിയ ക്രിക്കറ്റിന്റെ വസ്തുക്കൾ, കളിക്കാനുള്ള ബോളും ബാറ്റും ഒക്കെ അവർ വാങ്ങിച്ചു. ഈ ക്രിക്കറ്റ് സാമഗ്രിക്ക് സാത്ത് एक ഷീൽഡ് भी खरीद ली. ഇത്തവണ ക്രിക്കറ്റ് സാമഗ്രികൾ വാങ്ങിച്ച കൂടെ ഒരു ഷീൽഡും കൂടെ, ഒരു മെഡലും കൂടെ വാങ്ങിക്കുകയാണ്. എന്തിനാണ് ഷീൽഡ് വാങ്ങിച്ചത്? 4 दिनों तक चलने वाले उनके इस टेस्ट मैच में जीतने वाली एक टीम को उस शील्ड पर कब्जा होना चाहिए था. 4 ദിവസം അവരൊരു ടെസ്റ്റ് മാച്ച് കളിക്കും. ആ ടെസ്റ്റ് മാച്ചിൽ വിജയിക്കുന്ന ജീത്തനെ വാലി ഏക് ടീം കാ, വിജയിക്കുന്ന ഒരു ടീമിന് ഉസ് ഷീൽഡ് പർ കബ്ജ ഹോനാ ചാഹിയെ താ, ആ ഷീൽഡ് കയ്യിൽ വെക്കാം, അവർക്കത് കരസ്ഥമാക്കാം. അങ്ങനെ ഒരു തീരുമാനത്തോടു കൂടിയാണ് ആ പട്ടണത്തിൽ പോയി ഷീൽഡ് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ലഡ്കെ ദോ ടീമോ മേ ബെൻഡെ, അങ്ങനെ കുട്ടികൾ 2 ടീമായിട്ട് തിരിഞ്ഞു. അവർ കുച്ച് ദിനം അഭ്യാസ് ഭി കർത്തെ രഹെ, 2 ടീമുകളും കുറെ ദിവസത്തിന് പരിശീലനം നടത്തി. फिर अपने अपनी टीम को जिताने के लिए मैदान में उतर गए. പിന്നെ തങ്ങളുടെ ടീമിനെ ജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി കളിക്കാനായിട്ട് ഇറങ്ങണം. കേശവ് കോ കിസി ഭി ടീം മേ ജഗ നഹി മിലി थी. പക്ഷെ നോക്കൂ, കേശവന് ഒരു ടീമിൽ പോലും സ്ഥാനം കിട്ടിയില്ല. കുछ समय तक खेल अच्छा चलता रहा, കുറച്ച് സമയത്തേക്ക് കളി നന്നായിട്ട് പോയി. फिर एक बल्लेबाज ने ऐसा छक्का मारा कि सब हक्का बक्का रह गए. बॉल पास की निर्माणाधीन एक 3 मंजिला इमारत की छत पर चली गई. लड़कों के पास नई वह इकलौती बॉल थी और इमारत के पीछे की हिलती चाली से चढ़कर छत तक जाना उनके लिए मुश्किल काम था. उनका खेल रुक गया और वे एक दूसरे को कोसते, गाली देते नीम के नीचे आकर खड़े हो गए. कुछ समय तक खेल अच्छा चलता रहा. അങ്ങനെ അവർ കളി തുടങ്ങി. കുറച്ചു സമയം കളി നല്ല രീതിയിൽ തന്നെ പോയി. फिर एक बल्लेबाज ने ऐसा छक्का मारा कि सब हक्का बक्का रह गया. പിന്നെ ഒരു ബാറ്റ്സ്മാൻ എന്ത് ചെയ്തു? ഒരു സിക്സർ അങ്ങ് അടിച്ചു. ഐസ ചക്ക മാര, ഇങ്ങനെ ഒരു സിക്സർ അടിച്ചു. അതായത് സബ് ഹക്ക ബക്ക രഹുകയെ, എല്ലാവരും സ്തംഭിച്ചു പോയി, വിസ്മയിച്ചു പോയി. കാരണം എന്താണ്? ബോൾ പാസ് की निर्माणाधीन एक 3 मंजिला इमारत की छत पर चली गई. തവണ സിക്സർ അടിച്ചപ്പോൾ ബോൾ എങ്ങോട്ടാണ് പോയത്? നിർമ്മാണാധീൻ ഏക് 3 मंजिला इमारत की छत पर चली गई. തൊട്ടടുത്ത് തന്നെ പണിതുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടം, അതിന്റെ 3ാം നിലയിലാണ്, ഏറ്റവും മുകളിൽ 3ാം നിലയിലാണ് ഈ ബോൾ പോയി വീണിരിക്കുന്നത്. അത് 3ാം നിലയുടെ ടോപ്പിലാണ്, ചത്തുപ്പർ എന്നാണ്, ചത്തുപ്പർ ചലിയുക, അതിന്റെ ടോപ്പിൽ, അതിന്റെ തട്ടിലാണ് ഇത് ചെന്ന് വീണിരിക്കുന്നത്. ലഡ്കോം കെ പാസ് നൈ വഹി ഇക്കലവത്തി ബോൾ തീ, കുട്ടികളുടെ അടുത്ത് പുതിയതായിട്ട് ആ ഒരേ ഒരു ബോളേ ഉണ്ടായിരുന്നുള്ളൂ. और इमारत के पीछे की हिलती चाली से चढ़कर छत तक जाना उनके लिए मुश्किल काम था. എന്ന് മാത്രമല്ല, ഈ കെട്ടിടത്തിന് മിക്കവാറും നടകളൊന്നും ഉണ്ടാക്കി കാണില്ല. അപ്പോൾ തട്ടിട്ടിട്ടുണ്ടായിരിക്കും. സാധാരണഗതിയിൽ കെട്ടിടങ്ങൾ പണിയുമ്പോൾ വാർക്കയൊക്കെ നടക്കുമ്പോൾ തട്ടിട്ടാണ് കയറുന്നത് അല്ലെ. അപ്പൊ ആ കെട്ടിടത്തിന്റെ പുറകിലുള്ള ഒരു തട്ട്, അത് ഇളകുന്ന തട്ടാണ്, ആടിക്കൊണ്ടിരിക്കുന്ന ഒരു തട്ടാണ്. അപ്പൊ ആ ഇളകുന്ന തട്ടിൽ കൂടെ കയറി ഛത്ത് തക് ജാന, അതിന്റെ മുകളിൽ വരെ ചെല്ലുക, ഉൻകലിയെ മുസ്കിൽ ഖാംസ, ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് പേടിയാണ്. അവർക്ക് അറിയില്ലായിരുന്നു, അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം പട്ടണങ്ങളിൽ വളരുന്ന കുട്ടികൾ ഇങ്ങനെ ഉള്ള കാര്യങ്ങളിലൊക്കെ എന്താണ്, പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അവർക്ക് കുറച്ച് ശേഷി കുറവുണ്ട് അല്ലെ. കാരണം എന്താണ്, അവരെ വീട്ടുകാരൊന്നും ഒരു കാര്യം പുറത്തേക്ക് ഇറങ്ങാനൊന്നും അനുവദിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പരിശീലനം കുറവായതുകൊണ്ടായിരിക്കാം ഈ കുട്ടികൾക്ക് അവിടെ പോയി കയറാനായിട്ട് പേടിയായിരുന്നു എന്നാണ് പറയുന്നത്. ഉൻകാ ഖേൽ രുക്ക് ഗയ, അങ്ങനെ അവരുടെ കളി നിന്നുപോയി. വേ ഏക് ദൂസരേക്ക് പോസ്തെ, അവർ പരസ്പരം പഴി പറയാൻ തുടങ്ങി. ഗാലി ദേത്തെ, ദേഷ്യം വന്ന് ചീത്ത പറയുകയും കൂടെ ചെയ്തു. നീം കെ നീച്ചെ ആക്കർ കടേ ഹോകെ, അങ്ങനെ വേപ്പുമരത്തിന്റെ ചുവട്ടിൽ എല്ലാരും കൂടെ വന്ന് നിൽക്കുകയാണ്. ഇനി എന്താണ് ചെയ്യുന്നതെന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നു. 10 बार कहा कि यहाँ से कहीं और जाकर इस मैच को खेलते हैं मगर तुम लोग माने नहीं आप लोग. അതിൽ ഒരാൾ പറയാണ്, ഞാൻ ഒരു 10 തവണയല്ല പറഞ്ഞത്, ഇവിടെ നിന്ന് എവിടെയെങ്കിലും ദൂരെ മാറി ഈ കളി പോയി കളിക്കാമെന്ന് ഞാൻ നിങ്ങളോട് ഒത്തിരി തവണ പറഞ്ഞു. മകർ തും ലോകം മാനേനേക്ക്, പക്ഷെ നിങ്ങളത് അംഗീകരിച്ചില്ല. ആപ് ലോഗ്, ഇപ്പൊ എല്ലാവരും കൂടെ സഹിച്ചുകൊള്ളുക എന്ന് പറയണം. सब इस मनोज की गलती है जिसने इतनी जोर से बिल्डिंग की तरफ मारा था. अब वहीं जाकर बॉल लाए या फिर अपने पैसे से नया खरीदे. आज का दिन तो खराब ही हो गया. समझो. അപ്പൊ ഈ ബോൾ അടിച്ചു വിട്ട, സിക്സർ അടിച്ച ആളുടെ പേരാണ് മനോജ്. അപ്പൊ ബാക്കിയുള്ളവരെല്ലാരും കൂടെ ഇങ്ങനെ പറയാണ്, സബ് ഇസ് മനോജ് കി ഗൽത്തി ഹെ, എല്ലാം ഈ മനോജിന്റെ കുഴപ്പമാണ്.
ജിസ്നെ ഇത്തനീ സോർത്തെ ബിൽഡിംഗ് തരഫ് മാരാത്ത, ഇവൻ എന്തിനാണ് ഇത്രയും ഭയങ്കര ശക്തിയായിട്ട് ബിൽഡിങ്ങിന് നേരെ ഈ ബോള് സിക്സർ അടിച്ചു വിട്ടത്? അപ്പൊ വഹീ ജാക്കർ ബോളിലായി, അവൻ തന്നെ പോയി ബോൾ എടുത്തോണ്ട് വരട്ടെ. യാ ഫിർ അപ്നെ പൈസ നയാ ഖരീദേ, അല്ലെങ്കിൽ അവൻ സ്വന്തം പൈസക്ക് പുതിയത് വാങ്ങിക്കട്ടെ. ആജ് കാ ദിൻ തോ ഖരാബ് ഹോ ഹി ഗയാ സമച്ചോ, ആജ് കാ ദിൻ തോ ഖരാബ് ഹോ ഹി ഗയാ, ഇന്നത്തെ ദിവസം പോയി, നശിച്ചു പോയി എന്ന് പറഞ്ഞ ഇന്നത്തെ ദിവസം ഏതായാലും നഷ്ടപ്പെട്ടു. സമച്ചോ, ഇനിയിപ്പം ഒന്നും ചെയ്യാനില്ല, അതേ ഉള്ളൂ, ഇതെല്ലാരും ഒന്ന് മനസ്സിലാക്കൂ എന്ന് പറയാണ്. അവൻ പോയി ബോൾ എടുത്തോണ്ട് വരട്ടെ, അല്ലെങ്കിൽ വേറെ വാങ്ങിച്ചോണ്ട് വരട്ടെ, ഇന്ന് ഈ കളിയൊന്നും നടക്കില്ല, ഇന്നത്തെ ദിവസം പോയി കിട്ടി നമ്മൾ മലയാളത്തിൽ പറയല്ലേ എന്ന് പറഞ്ഞാലാണ് ആജ് കാ ദിൻ തോ ഖരാബ് ഹോ ഹി ഗയാ എന്ന് പറഞ്ഞാല് ഇന്നത്തെ ദിവസം പോയി കിട്ടി. मुझे क्या पता था कि बॉल इतनी ज्यादा उछल जाएगी, तुम लोगों ने यदि यकीन सामने रोक ली होती तो അത് പീച്ചെ ജാത്തി ഹി ക്യോ കംസോരി തുമാരി ഹേ. അപ്പൊ മനോജും വിട്ടുകൊടുക്കുന്ന ആളല്ല, അവൻ എന്താ പറഞ്ഞത്? പക്ഷേ ക്യാ പറാത്താക്കി ബോൾ ഇത്തിനി സ്യാദാ ഉച്ചൽ ജായകി, എനിക്കെങ്ങനെ അറിയാൻ പറ്റും ബോൾ ഇത്രയും ഉയരത്തിലേക്ക് കുതിച്ചാടുമെന്ന്? തും ലോകംനെ യദി യഹീം സാമനെ രോക്ക് ലീ ഹോത്തി തോ അത് പീച്ചെ ജാത്തി ഹി ക്യോ, നിങ്ങൾ ഇതിവിടെ തടഞ്ഞു നിർത്തിയായിരുന്നെങ്കിൽ അതെങ്ങനെ പുറകോട്ട് പോകും എന്ന് പറഞ്ഞാൽ തും ലോകംനെ യദി യഹീം സാമനെ രോക്ക് ലീ ഹോത്തി തോ വഹ് പീച്ചെ ജാത്തി ഹി ക്യോ, അതായത് ഇവൻ ബാറ്റ് കൊണ്ട് ബോള് അടിച്ചു വിട്ടപ്പോൾ ആ ബോള് പിടിച്ചു വെക്കേണ്ടത് എതിർ കക്ഷികളിൽപ്പെട്ട അല്ലെ എതിർ ഗ്രൂപ്പിന്റെ ഉത്തരവാദിത്തമാണ് അല്ലെ. അപ്പൊ അവരത് പിടിച്ചെടുത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. തും ലോകം ഏത് യഹീം സാമനെ രോക്കിലേ ഹോത്തിത്തോ, നിങ്ങൾ ഇവിടെ അത് നിങ്ങളുടെ മുമ്പിൽ തന്നെ പിടിച്ച് തടഞ്ഞിട്ടിരുന്നെങ്കിൽ നമുക്ക് പിടിച്ച് ജാത്തിഹിക്കും, ഇതിങ്ങനെ ബോൾ പുറകോട്ട് പോകില്ലായിരുന്നല്ലോ. ഹംസോരി തുമാരിഹെ, നിങ്ങളുടെ കളി ശരിയല്ലാത്തതുകൊണ്ടാണ്, നിങ്ങൾ കളിക്കാൻ വീക്ക് ആയതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഞാൻ ബാറ്റ് ചെയ്തപ്പോൾ നിങ്ങൾ ആ ബോള് പിടിച്ചെടുക്കണമായിരുന്നു എന്ന് പറയുന്നു. अब आधा दिन बचा है और पास में कोई दुकान भी नहीं है. ഇപ്പം ഉച്ചവരെയായി, ദിവസം പകുതിയായി എന്ന് പറഞ്ഞാൽ ഉച്ച സമയമായി. ഒരു പാസ്മേം കോയി ദുക്കാൻ ഭി നഹി ഹെ, നമുക്ക് അടുത്താണെങ്കിൽ വേറെ കടയൊന്നും ഇല്ല. സഭി ലഡ്കെ ഫുൻഫുനാത്തെ ഹുയെ നീം കി ഛായാമേ ഹി നിരാശ് ബൈഠ് ഗയെ, എല്ലാ കുട്ടികൾക്കും ഒരു ദേഷ്യമായി, എല്ലാവരും പിറുപിറുക്കാണ്. അങ്ങനെ പിറുപിറുത്തുകൊണ്ട് എല്ലാവരും കൂടെ ആ വേപ്പുമരത്തിന്റെ തണലിൽ ചെന്ന് നിരാശയോടുകൂടി ഇങ്ങനെ ഇരിക്കുന്നു. अचानक निराश लड़कों के बीच उनकी बॉल आकर गिरी. चकराए चकित लड़कों ने देखा कि उस इमारत की छत पर केशव मुस्कुराता हुआ खड़ा था और वहां से हाथ हिला रहा था. പെട്ടെന്നൊരു സംഭവം അവിടെ ഉണ്ട്. എന്താണ്? അചാനക് നിരാശ് ലഡ്കോം കെ ബീച്ച് ഉൻകി ബോൾ ആക്കർ ഗിരി, പെട്ടെന്ന് ഇങ്ങനെ നിരാശരായിട്ടിരിക്കുന്ന കുട്ടികളുടെ ഇടയിലേക്ക് അവരുടെ ബോൾ വന്നു വീഴുകയാണ്. ചകരായെ ചകിത് ലഡ്കോമിനെ ദേഖാം, ആദ്യം കുട്ടികളൊന്ന് അമ്പരുന്നു, പിന്നെ അവര് അല്പം ഒന്ന് വിസ്മയിച്ചു. എന്താണ്? ലഡ്കോമിനെ ദേഖാക്കി ഉസ് ഇമാരത്തേക്ക് ചത്ത് പർ കേശവ് മുസ്കുരാത്ത ഹുവാ ഖടാത്ത, അവര് നോക്കുമ്പോ എന്താണ്? ആ 3 നില കെട്ടിടത്തിന്റെ മുകളില് കേശവ് ഇത് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. ആ വഹാംസെ ഹാത്ത് ഹിലാ രഹാഹെ, ബോളിട്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് കൈ വീശി കാണിക്കുകയാണ് അവരെ. ആ ചിത്രം നമുക്കൊന്ന് മനസ്സിലേക്ക് ഒന്ന് സങ്കല്പിക്കാൻ പോലും വയ്യല്ലേ. ഇത്രയും ചെറിയ കുട്ടി ഒരു 3 നില കെട്ടിടത്തിന് മുകളിൽ കയറി ഇങ്ങനെ നിൽക്കുന്ന ചിത്രം ഒന്ന് നോക്കുക. लड़के उछल पड़े. एक बड़े लड़के ने खुश होकर कहा, वाह टार्सन है ये तो, चलो यार काम बन गया. കുട്ടികൾ തുള്ളിച്ചാടി. കാരണം എന്താണ്? ഇന്ന് നിരാശപ്പെട്ടിരിക്കുന്ന, ഇന്നിനി കളി നടക്കില്ല എന്ന് ഓർത്തോണ്ടല്ലേ. അപ്പോഴാണ് പന്ത് വന്ന് വീഴുന്നത്. एक बड़े लड़के ने खुश होकर कहा, ഒരു മുതിർന്ന കുട്ടി വളരെ സന്തോഷത്തോടു കൂടി പറയണം, വാഹ് ടാർസൻ ഹേ യേ തോ, നോക്കൂ അവൻ ടാർസനാണ്. ടാർസൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാർട്ടൂൺ കഥാപാത്രമാണ് അല്ലെ. എവിടെ വേണമെങ്കിലും പറന്ന് ചെല്ലുന്ന ഒരു കാർട്ടൂൺ കഥാപാത്രമാണ്. പണ്ടുകാലത്തൊക്കെ സ്ഥിരമായിട്ട് ഒരു എന്താണ് മനോരമ പോലെയുള്ള പത്രങ്ങളിൽ കഥയായിട്ട്, ചെറിയ കഥയായിട്ട് തന്നെ വരുമായിരുന്നു. ഇപ്പൊ അതൊന്നും കാണാനില്ല. അപ്പൊ പണ്ടത്തെ കുട്ടികളുടെ ഒരു എന്താണ് വീര കഥാപാത്രമാണ് ടാർസൻ. എവിടെ വേണമെങ്കിലും എപ്പം വേണമെങ്കിലും പറന്നു ചെല്ലുന്ന ഒരാളാണ് ടാർസൻ. ഇവന് ഇത്ര ഉയരത്തിൽ കയറിയതുകൊണ്ടായിരിക്കാം ഈ കുട്ടി ഇങ്ങനെ പറഞ്ഞത്, ടാർസൻ ഹേ തോ, അവൻ ടാർസനാണ്. ചലോ യാർ കാം ബൻ ഗയാ, വരൂ, ഏതായാലും നമ്മുടെ കാര്യം നടന്നല്ലോ, എല്ലാവരും വരൂ എന്ന് പറയുന്നു. ഇവിടെ ചോദ്യം നോക്കൂ. ചലോ യാർ കാം ബൻ ഗയാ, ക്യാ ലഡ്കോം കാ യഹ് വ്യവഹാർ ഉചിത് ഹേ ക്യോ. ഒരു കൂട്ടുകാരെ, നമുക്ക് കാര്യം സാധിച്ചല്ലോ. ഇങ്ങനെയുള്ള ഈ കുട്ടികളുടെ പെരുമാറ്റം ഉചിതമായോ? എന്തുകൊണ്ട്? തീർച്ചയായിട്ടും ഉചിതമായില്ലല്ലേ. കേശവ കൊച്ചുകുട്ടിയാണ്. അപ്പൊ അവന് അത്രയും വലിയ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് കൈവീശി കാണിച്ചത് ഇവര് കണ്ടതുമാണ് അല്ലെ. അവൻ ഇറങ്ങി വന്നു, അപകടമില്ലാതെ ഇറങ്ങി വന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഈ കുട്ടികളുടെ ചുമതലയായിരുന്നു. പക്ഷെ അവരത് ചെയ്തില്ല. നമുക്ക് ബാക്കി ഭാഗത്തേക്ക് വരാം.
लड़के केशव के नीचे आने का इंतजार किए बिना फिर अपने खेल में जम गए। जब उनकी बॉल झाड़ी के अंदर चली गई और खेल जरा देर रुक गया, तब उन्हें केशव की फिर जरूरत महसूस हुई, मगर केशव था कहाँ। लड़के केशव के नीचे आने का इंतजार किए बिना फिर अपने खेल में जम गए. ആൺകുട്ടികൾ കേശവൻ താഴെ ഇറങ്ങി വരുന്നത് പ്രതീക്ഷിച്ചിരിക്കാതെ അല്ലെ നോക്കിയിരിക്കാതെ അപ്നെ ഖേൽ മേൻ ദം ഗേ അവരുടെ കളിയിൽ വീണ്ടും മുഴുകി. ജബ് ഉൻകി ബോൾ ചാടിക്ക് അന്തർ ചലി ഗയി വീണ്ടും ഒരു തവണ കൂടി അവരുടെ ബോള് കുറ്റിക്കാട്ടിനുള്ളിലേക്ക് പോയപ്പോൾ അവർ ഖേൽ സരാ ദേർ റുക്കുകയാ അങ്ങനെ കളി അല്പസമയം നിന്നു. തബ് ഉനേം കേശവ് കി ഫിർ സരൂരത് മഹ്സൂസ് ഹുയി അപ്പോഴാണ് അവർക്ക് വീണ്ടും കേശവന്റെ ആവശ്യം അനുഭവപ്പെട്ടത്. മഗർ കേശവ് ഥാ കഹാം പക്ഷെ കേശവൻ എവിടെ? കാർത്തികാഹെ കേശവ് വഹാം നഹീം ഥാ കേശവൻ എവിടെ ഇല്ലായിരുന്നു. അബേ ദേഖോ സാലോ ഓ ലഡ്ക ചത്തുസെ ഉദരാക്കി നഹീം അപ്പോഴാണ് അതിലേതോ ഒരു കുട്ടി ചോദിക്കുന്നത്, അബേ ദേഖോ സാലോ കൂട്ടുകാരെ നോക്ക്, ഓ ലഡ്ക ചത്തുസെ ഉദരാക്കി നഹീം ആ കുട്ടി ആ മൂന്നാം നിലയുടെ മുകളിൽ നിന്ന് ഇറങ്ങി വന്നില്ലേവാ. दो लड़के दौड़कर इमारत के पीछे बंदी चाली की ओर गए और जो देखा तो चिल्ला पड़े, अबे ये तो मर गया लगता है. बाकी लड़के भी घबराकर उस तरफ दौड़े. एक लड़का जो अपने साथ वाटर बैग लेकर आता था, उसने जमीन पर मुड़े मुड़े बेसुध पड़े केशव के सिर पर पानी के छींटे मारे. केशव के शरीर में हल्की सी हरकत हुई और वह कुनमुनाने लगा, मेरी टांग मेरा हाथ. दो लड़के दौड़कर इमारत के पीछे बंदी चाली की ओर गए. രണ്ടു കുട്ടികള് ആ കെട്ടിടത്തിന്റെ പുറകില് തൂക്കിയിട്ടിരുന്ന ആ ഒരു വടം താൽക്കാലികമായ ഒരു വടം ആ വടത്തിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഓർ ജോ ദേഖാത്തോ ചില്ലാപ്പടെ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്താണോ അത് കണ്ടവര് ഉറക്കെ നിലവിളിച്ചു, അതേ ഏത്തോ മാർഗയല്ലക്താഹേ കൂട്ടുകാരെ ഓടിവാ, ഇവൻ മരിച്ചതുപോലെ കാണപ്പെടുന്നു. ബാക്കി ലഡ്കെ ഹി ഖബരാക്കർ ഉസ് തരഫ് ദൗടെ ബാക്കി മുഴുവൻ കുട്ടികളും പരിഭ്രമത്തോടുകൂടി അങ്ങോട്ടേക്ക് ഓടി വന്നു. ഏക് ലഡ്ക ജോ അപ്നെ ഹാത്ത് വാട്ടർ ബാഗ് ലേക്കർ ആത്താ ഥാ അതിലൊരു കുട്ടി അല്പം കൂടെ ബുദ്ധിയുള്ളവനായിരുന്നു. അവൻ എന്താ ചെയ്തത്? അപ്നെ സാത്ത് വാട്ടർ ബാഗ് ലേക്കർ ആത്ത അവന്റെ കയ്യിലൊരു വാട്ടർ ബോട്ടിൽ എടുത്തോണ്ടാണ് ഓടി വന്നത്. उसने जमीन पर मुड़े तुड़े बेसुध से पड़े केशव के सिर पर पानी के छींटे मारे. അവൻ വന്നപടി എന്താണ് ചെയ്തത്? ആ നിലത്ത് വീണ് കിടക്കുന്ന സെമീൻ പർ മൂടേ തൂടെ സെമീൻ പർ എന്ന് പറഞ്ഞാൽ നിലത്ത് അങ്ങനെ നിലത്ത് വീണ് കിടക്കുന്ന ബേസുദുസേ പടേ കേശവ് കെ സിർ പർ അവൻ എങ്ങനെയാ കിടക്കുന്നത്? മുടേ തുടേ എന്ന് പറഞ്ഞാൽ ഒടിഞ്ഞു മടങ്ങി എന്നാണ്. ഒടിഞ്ഞു മടങ്ങി ബോധമില്ലാതെ കിടക്കുന്ന കേശവന്റെ അവന്റെ തലയിലും മുഖത്തും ഒക്കെ ആയിട്ട് എന്ത് ചെയ്തു? പാനിക്ക് ചീണ്ടമാരെ അല്പം വെള്ളം തളിച്ചു. ചീണ്ടമാറന എന്ന് പറഞ്ഞാൽ തളിക്കുക എന്നാണ്. കേശവന്റെ ശരീരമേ ഹൽക്കീസി ഹർക്കത്ത് പോയി വെള്ളം മുഖത്ത് തളിച്ചപ്പോഴേക്കും കേശവന്റെ ശരീരത്തിൽ അല്പം ഒരു ഹൽക്കീസി എന്ന് പറഞ്ഞാൽ അല്പം എന്നാണ്. ഹൽക്കീസി ഹർക്കത്ത് പോയി അല്പം ഒരു അനക്കമുണ്ടായി. ഓർ വഹ് കുൻമുനാനേലക അവൻ പിറുപിറുക്കാൻ തുടങ്ങി. എന്താ പിറുപിറുക്കുന്നത്? മേരി ടാങ് മേരാ ഹാത്ത് എന്റെ കാല് എന്റെ കൈ എന്ന് പറഞ്ഞാൽ കാലും കൈയും ഒടിഞ്ഞാണ് അവൻ വീണിരിക്കുന്നത്. खबराए एक लड़के ने कहा, चौक तक दौड़कर दो लोग जाओ और कोई भी ऑटो टैक्सी मिले फौरन लेकर आओ, हॉस्पिटल ले जाना होगा. हम उसे उड़ाकर बिल्डिंग के सामने वाले हिस्से में ले चलते हैं. ഖബരായ ഏക് ലഡ്കനെ കഹ അത് പരിഭ്രമിച്ച ഒരു കുട്ടി ഭയങ്കര പരിഭ്രമത്തോടുകൂടി അതിൽ ചുമതലയുള്ള കുട്ടിയായിരിക്കും. അവൻ പറഞ്ഞു, ചൗക്കത്തെ ദോഡ്കർ ദോ ലോക ജാവോ നാൽക്കവല വരെ രണ്ടുപേരും ഓടിപ്പോകൂ. ഓർ കോയി ഭി ഓട്ടോ ടാക്സി മിലെ മൂരൻ ലേക്കർ ആവും അവിടെ എന്താണോ നിങ്ങൾക്ക് ലഭിക്കുന്ന ഓട്ടോയാണോ ടാക്സിയാണോ എന്താണ് കിട്ടുന്നത് അവരെ വിളിച്ചുകൊണ്ട് മൗരൻ ലേക്കറാവോ വേഗം തിരികെ വരൂ. ഹോസ്പിറ്റലിൽ ജാനാഹോക ഇവനെ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും. हम इसे उड़ाकर बिल्डिंग के सामने वाले हिस्से में ले चलते हैं. നിങ്ങൾ പോയി വരുമ്പോഴേക്ക് ഞങ്ങൾ എന്ത് ചെയ്യും? ഇസെ ഉടാക്കർ ഇവനെ എടുത്തുകൊണ്ട് ബിൽഡിംഗ് के सामने वाले हिस्से में ले चलते हैं ഈ കെട്ടിടത്തിന്റെ മുൻവശത്തുള്ള ഭാഗത്തേക്ക് കൊണ്ടുവരാം. लड़कों ने जतन से केशव को उड़ाया और इमारत के सामने वाले हिस्से की समतल जमीन पर ले आए.
इतने में केशव के माता पिता भी दौड़ते हुए आ गए। केशव की मां चीख कर रो पड़ी। तभी ऑटो भी आ गया। केशव को जल्दी से उसमें लिटाया। उसके माता पिता भी तलक्षण उसके साथ ഓട്ടോ में सवार हो गए. എന്താണ് സംഭവിച്ചെന്ന് നോക്കാം. ലറ്റ്കോമിനെ ജതൻസെ കേശവക്കോടായ കുട്ടികൾ വളരെ ബുദ്ധിമുട്ടി കേശവനെ എടുത്തു. അവിടെ എന്താ, കേശവ ഒരു ചെറിയ കുട്ടിയാണ്, അവനെ എടുക്കാൻ കനമൊന്നും ഉണ്ടായിട്ടല്ല. പിന്നെ എന്താണ്, ശരീരമാസകല ഒടിഞ്ഞു നുറുങ്ങിയിരിക്കുകയാണ് അല്ലെ. തൊടുന്നിടത്തൊക്കെ അവന് വേദനയാണ്. എവിടെയാണ് ഒടിഞ്ഞതെന്ന് അറിയില്ല. എവിടെയാണ് ഒടിഞ്ഞതെന്ന് അറിയില്ല. അതാണ് ജതൻസ എന്ന് പറയാൻ കാരണം. വളരെ ശ്രമിച്ച്, അതായത് ഇനി ഒരു അപകടം കൂടെ അവന് ഉണ്ടാകാതെ ശ്രമിച്ച് എന്നുള്ള അർത്ഥത്തിലാണ് ജതൻ എന്നുള്ള വാക്കം. ലറ്റ്കോമിനെ ജതൻസെ കേശവക്കോടായ വളരെ യത്നിച്ച്, വളരെ ശ്രമത്തിൽ കേശവനെ എടുത്തു. ഓർ ഇമാരത്ത് കെ സാമ്നെ വാലെ ഹിസ്സേക്ക് സമതൽ സെമീൻ പർലയായി, ആ കെട്ടിടത്തിന്റെ മുൻവശത്തുള്ള നിരപ്പായ ആ പ്രദേശത്തേക്ക് അവനെ കൊണ്ടുവന്നു. ഇത്രയും കേശവക്കെ മാതാപിതാക്കൾ ദോട്ടയാകെ. ഇത്രയും സമയമായപ്പോഴേക്കും കേശവന്റെ മാതാപിതാക്കളും വിവരമൊക്കെ അറിഞ്ഞു. എങ്ങനെയോ അവർ ഓടി വരികയാണ്. കേശവക്ക് മാം ചീക്ക് കറോപ്പടി, കേശവന്റെ അമ്മ നിലവിളിച്ച് കരയാണ്. തവി ഓട്ടോ भी आ गया, ആ സമയം ഓട്ടോയും വന്നു. കേശവ ജൽദി സെ ഉസ്മേൻ ലിട്ടായ ഗയ, കേശവനെ പെട്ടെന്ന് ഓട്ടോയിലേക്ക് എടുത്ത് കിടത്തുകയാണ്. ഉസ്കെ മാതാപിതാക്കൾ തൽക്ഷൺ ഉസ്കെ സാത്ത് ഓട്ടോ മേ സവാർ ഹോ ഗയെ, അവന്റെ മാതാപിതാക്കളും തൽക്ഷണം ഓട്ടോയിൽ അവന്റെ കൂടെ യാത്രയായി. लटकों का दूसरा दिन खाली खाली बीता. उन्होंने तय किया कि बिना घर के लोगों को बदलाए कल वे अपनी साइकिल से हॉस्पिटल जाएंगे जहां केशव का इलाज हो रहा है. उन्होंने दोपहर का समय तय किया और एक एक कर सभी नीम के पेड़ के पास जमा होने लगे. मगर तभी उन्होंने देखा केशव के अस्थायी ठहरे के पास एक ऑटो आकर खड़ा हुआ और उसमें से केशव के माता पिता उतर कर ठहरे के अंदर जा रहे हैं. मगर केशव, उन्होंने अपने एक साथी को आगे ले चुपचाप जाकर केशव के बारे में खबर लाने के लिए तैयार किया. എന്താണ് അടുത്ത ദിവസം സംഭവിച്ചത് നമുക്ക് നോക്കാം. ലറ്റ്കോങ്ക ദൂസര ദിൻ ഖാലി ഖാലി ബീത്ത, കുട്ടികളുടെ രണ്ടാമത്തെ ദിവസം വെറുതെ പോയി എന്ന് പറഞ്ഞാൽ എന്താണ്, അവർക്ക് ആർക്കും കളിക്കാനുള്ള ഒരു മനസ്സില്ല. അവർ ഷീൽഡും ഒക്കെ മേടിച്ച് വെച്ചിരുന്നാണ് അല്ലെ. പക്ഷെ ഈ കുട്ടി വീണ സമയം അവരറിഞ്ഞില്ല, അതിന് വേണ്ട ശ്രദ്ധ കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അതില് പശ്ചാത്താപമുണ്ട്. അപ്പൊ അവർക്ക് കളിക്കാനുള്ള ഒരു മൂടില്ല. അതുകൊണ്ട് ആ ദിവസം ഖാലി ഖാലി ബീത്ത, വെറുതെ ഇരുന്നവരെല്ലാരും. ആ വെറുതെ ഇരുന്നപ്പോൾ അവരെന്താ ചിന്തിക്കുന്നത്, ഓരോന്നെ തയ്ക്കുക, അവരെല്ലാരും ചേർന്നൊരു തീരുമാനം എടുക്കുകയാണ്. ബീന ഘർക്കെ ലോകോങ്കു ബദലായെ കൽ വേ അപ്പനി സൈക്ലോൺ സെ ഹോസ്പിറ്റൽ ജായെങ്കെ, നാളെ വീട്ടിലുള്ളവരോട് പറയാതെ എല്ലാവരും കൂടെ ചേർന്ന് സൈക്കിളുകളിൽ ഹോസ്പിറ്റലിലേക്ക് പോകും. ഇവിടെ നോക്കൂ, വീട്ടിലുള്ളവരോട് പറഞ്ഞാൽ വിടുവോ? പട്ടണത്തിലുള്ള കുട്ടികളാണല്ലേ, തീർച്ചയായിട്ടും അവരുടെ മാതാപിതാക്കൾ അവരെ വിടില്ല. അതുകൊണ്ട് അവര് തീരുമാനിക്കുകയാണ് വീട്ടിലുള്ളവരോട് പറയാതെ നാളെ പോകും. അപ്പൊ വീട്ടിലുള്ളവരോട് പറയാതെ പോകണമെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരേ ഒരു വാഹനം എന്താണ്, സൈക്കിളാണ് അല്ലെ. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് സൈക്ലോൺസെ ഹോസ്പിറ്റൽ ജായെങ്കിൽ, നാം എല്ലാവരും കൂടെ സൈക്കിളിൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകും, നമ്മളെല്ലാവരും പോകും. ജഹാ കേശവക്ക ഇലാജ് ഹോരഹാകെ, എവിടെയാണോ ഏത് ഹോസ്പിറ്റലിലാണോ കേശവനെ ചികിത്സിക്കുന്ന അങ്ങോട്ടേക്ക് പോകും. ഉദമ്നെ ദപ്പഹർക്ക സമയത്ത് അയക്കുക, അങ്ങനെ എല്ലാവരും ചേർന്ന് ഉച്ച സമയം തീരുമാനിക്കുകയാണ് പോകാനായിട്ട്. ഓർ ഏകേക്ക് കർ സഭി നെയിം കെ പേട് കെ പാസ് ജമാ ഹോനയിലേക്ക്, അവർ മുൻ നിശ്ചയപ്രകാരം ഓരോരുത്തരായി ആ വേപ്പുമരത്തിന്റെ ചുവട്ടില് ഒന്നിച്ചു കൂടാൻ തുടങ്ങി. മകർ തഭി ഉനോനെ ദേഖ, പെട്ടെന്ന് അവരൊരു കാഴ്ച കണ്ടു. കേശവക്കെ അത്തായി ഡേരേക്കെ പാസ് ഏക്കോ ഓട്ടോ ആ കർഖടാ ഹുവ, കേശവന്റെ ആ താൽക്കാലിക ടെന്റില് ഒരു ഓട്ടോ വന്ന് നിൽക്കുന്നു. അവർ ഉസ്മേൻ സെ കേശവക്കെ മാതാപിതാ ഉദർക്കർ ടേരേക്ക് അന്തർ ജാരേ, നോക്കുമ്പോൾ ആ ഓട്ടോറിക്ഷയിൽ നിന്നിറങ്ങി കേശവന്റെ മാതാപിതാക്കള് ആ കുടിലിന്റെ ഉള്ളിലേക്ക് പോകുന്നു. മകർ കേശവ്, പക്ഷെ കേശവ് എവിടെ? കുട്ടികളുടെ മുമ്പിൽ ഒരു ചോദ്യമാണല്ലേ. ഉനമ്മ അപ്നേക്ക് സാത്തിക്കോ ആകെയില്ലേ ചുപ്ചാപ്പ് ജാക്കർ കേശവക്കെ ബാരമേ ഖബർ ലാനെ കെ ലിയെ തയ്യാർ കിയ. ഇവർക്ക് എല്ലാവർക്കും കൂടെ പോയി അന്വേഷിക്കാൻ ഭയമാണ്. കാരണം എന്താണ്, അവന്റെ മാതാപിതാക്കളെ എങ്ങനെ പ്രതികരിക്കും എന്ന് അറിയില്ലല്ലേ. പക്ഷെ അവർക്ക് അറിയാതിരിക്കാൻ അവരുടെ മനസാക്ഷി സമ്മതിക്കുന്നുമില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, ഉനമ്മ അപ്നേക്ക് സാത്തിക്കോ ആകെയിലെ ചുപ്ചാപ്പ് ജാക്കർ കേശവക്കെ ബാരമേ ഖബർ ലാനെ കെ ലിയെ തയ്യാർ കിയ. അവരുടെ ഒരു കൂട്ടുകാരനെ എല്ലാരും കൂടെ ചെല്ലാതെ ഒറ്റയ്ക്ക് ചെന്ന് വളരെ നിശബ്ദമായി ചെന്ന് കേശവനെ കുറിച്ച് ഉള്ള വിവരങ്ങൾ അറിഞ്ഞിട്ട് വരാനായി ഒരുക്കി വിട്ടു. കേശവക്കെ പ്രതി ലറ്റ്കോങ്കി മനോവൃത്തിനായ പരിവർത്തൻ കിസ്ക്യൂർ സങ്കേതകർത്താഹെ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവിടെ കേശവനോടുള്ള കുട്ടികളുടെ ഈ മനോഭാവത്തിലുണ്ടായ വ്യത്യാസം എന്തിന്റെ സൂചനയാണ് നമുക്ക് നൽകുന്നത്?
ഇത്രയും ആദ്യം കേശവനെ കളികളിൽ ഉൾപ്പെടുത്താൻ പോലും അവർ തയ്യാറായിരുന്നില്ല. എന്നാൽ കേശവ് അവരുടെ ഇടയിൽ അവരുടെ മനസ്സിലേക്ക് സ്ഥാനം പിടിച്ചു വരികയായിരുന്നു പതിയെ പതിയെ. അപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് അല്ലേ. അപകടം ഉണ്ടായതോടുകൂടി കുട്ടികളുടെ മനോഭാവം പൂർണ്ണമായും മാറി. वो लटका गया और उसने ऑटो वाले से बात की और ऑटो में झांक कर चला आया। लौट कर उसने घबराई आवाज में धीरे धीरे कहा, अबे ऑटो में केशव एक करवट लेटा है। मुझे उसने नहीं देखा। उसके एक हाथ और एक पैर में प्लास्टर चढ़ा हुआ है। ऑटो वाले ने बतलाया कि वे सभी अपना सामान बटोर कर उसी ऑटो से अभी बस स्टैंड जा रहे हैं। वहीं से बस से अपने गांव ही निकल जाएंगे. എന്താണ് ഒരു കുട്ടി അവരെ തയ്യാറാക്കി വിട്ടിരുന്നു അവനെ കുറിച്ചുള്ള വിവരം അറിയാനായിട്ട് അല്ലെ. അവൻ പോയി അവരെ ഏൽപ്പിച്ച ചുമതല ചെയ്യുവാണ്. എന്താ ചെയ്യുന്നത്? ഓ ലഡ്കാഗയ, അവൻ പോയി. और उसने ऑटो वाले से बात की. കേശവന്റെ അച്ഛനും അമ്മയും ഉള്ളിലേക്ക് പോയതാണല്ലേ. അപ്പം നിർഭയനായിട്ട് ചെന്നവന് വിവരം അറിയണം. അവനെ ആരോടെ സംസാരിക്കണം? ഓട്ടോക്കാരനോട് സംസാരിക്കണം. ഓട്ടോമേൻ ചാങ്കിക്കർ ചലായ, സംസാരിച്ചു എന്ന് മാത്രമല്ല ഓട്ടോയ്ക്ക് ഉള്ളിലേക്ക് എത്തി നോക്കിയിട്ടാണ് വന്നത്. കേശവ അവിടെ ഉണ്ടെന്ന് കണ്ടപ്പോൾ അവർക്ക് സമാധാനമായി അല്ലേ. മരിച്ചു പോയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ, അതില്ലാന്ന് കണ്ടപ്പോൾ സമാധാനമായി. ലോട്ട്കർ ഉസ്നെ ഖബരായി ആവാസ്മേ ധീരെ ധീരെ കഥ, തിരിച്ചു വന്നു. ആ പരിഭ്രമം മാറിയിട്ടില്ല. കാരണം കേശവന് എന്താണ് പറ്റിയിരിക്കുന്നതെന്ന് അറിയില്ല. സാവകാശം പറയുകയാണോ? അതേ ഓട്ടോമേ കേശവ് ഏക്ക് കർവട്ട് ലേട്ടാഹേ, ഞാൻ കണ്ടു കേശവനെ, അവൻ ഓട്ടോയിൽ ഒരു സൈഡിലേക്ക് മാത്രം തിരിഞ്ഞു കിടക്കുകയാണ്. ഏക്ക് കർവട്ട് ലേട്ടാഹേ എന്ന് പറഞ്ഞാൽ ഒരു സൈഡിലേക്ക് കിടക്കുന്നു. മുച്ചേ ഉസ്നെ നഹീൻ ദേഖ, എന്നെ അവൻ കണ്ടില്ല. ഉസ്കെ ഏക്ക് ഹാത്ത് और एक पैर में प्लास्टर चढ़ा हुआ है, അവന്റെ ഒരു കൈയിലും ഒരു കാലിലും പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. ऑटो वाले ने बतलाया कि वे सभी अपना सामान बटोर कर उसी ऑटो से अभी बस स्टैंड जा रहे हैं. ഓട്ടോക്കാരൻ പറഞ്ഞു അവരെല്ലാവരും അവരുടെ സാധനങ്ങളും എടുത്തുകൊണ്ട് അതേ ഓട്ടോയിൽ ഇപ്പോൾ ബസ് സ്റ്റാൻഡിലേക്ക് പോകും. വഹീംസെ ബസ്സെ അപ്നെ ഗാവ് ഭി നികൽ ജായെങ്കെ, അവിടെ നിന്ന് അവര് ബസ്സിൽ അവരുടെ ഗ്രാമത്തിലേക്കും പോകും. ഇതാണ് പോയ കുട്ടി അറിഞ്ഞു കേട്ട് വന്ന വിവരം. ബേച്ചാറെ ലഡ്കേക്ക് ഹഡിയാൻ ടൂട്ട് ഗയി ഹെ യാർ വഹുവി ഹമാരെ കാരൻ. അവർക്ക് പശ്ചാത്താപം തോന്നുകയാണ്. അതിൽ ഒരാൾ പറയാണ്, പാവം കുട്ടിയുടെ എല്ലുകളെല്ലാം ഒടിഞ്ഞു നുറുങ്ങി. അവർ വഹുവി ഹമാരെ കാരൻ, അതും നമ്മൾ കാരണം അല്ലെ. ഇവർക്ക് വേണ്ടി ബോൾ എടുക്കാനാണ് അവനെ മുകളില് കയറിയത്. गरीब मजदूर परिवार जिसका अपना यहाँ कोई स्थायी ठिकाना नहीं था, अपने कुल 2-3 गिटरियां लेकर जल्दी ही वापस ऑटो में आ बैठा. ऑटो चल पड़ी और जब उन खिलाड़ी लड़कों के सामने पहुंची तो उन्होंने सड़क घेर कर उसे रोक लिया. ആ പാവം തൊഴിലാളി കുടുംബം, ജിസ്ക അപ്ന യഹാൻ കോയി സ്ഥായി ടിക്കാന നഹീൻ था, അവർക്കിവിടെ സ്ഥിരമായ ഒരു താമസം പോലും ഇല്ല, ഒരു താമസ സ്ഥലം പോലും ഇല്ല. अपनी कुल 2-3 ഗട്ടറിയം ലേക്കർ, അവർക്ക് ആകെ ഉള്ളത് 2-3 ഭാണ്ഡക്കെട്ടുകളാണ്. തുണിക്കെട്ടുകൾക്കുള്ളിൽ കൊള്ളാവുന്നത്ര സാധനങ്ങൾ മാത്രമേ അവർക്കുള്ളൂ. അങ്ങനെയുള്ള 2-3 തുണി കൊണ്ടുള്ള ഭാണ്ഡക്കെട്ടുകളാണ് അവർക്കുള്ളത്. വാപ്പസ് ഓട്ടോമേ ആ ബൈഠ, അതും എടുത്തവര് തിരികെ ഓട്ടോയിൽ വന്നിരുന്നു. ആട്ടോ ചൽപ്പടി, ഓട്ടോ പോകാൻ തുടങ്ങി. അവർ ജബ് ഉൻ ഖിലാടി ലഡ്കോങ്കെ സാമനെ പഹുഞ്ചി, അങ്ങനെ ആ ഓട്ടോ കളിക്കുന്ന കുട്ടികളുടെ അടുത്തേക്ക് എത്തുകയാണ്. അപ്പൊ ഉനമ്മെ സടക്ക് ഘേർക്കർ ഉസേ രോക്കിയ. അപ്പൊ ഒരു സംഭവം ഉണ്ടായി. എന്താണ്? കുട്ടികൾ എല്ലാരും കൂടെ അവരുടെ ഭയമൊക്കെ മാറ്റി വെച്ചിട്ട് ആ വഴിക്ക് വട്ടം നിന്ന് ആ ഓട്ടോ അങ്ങ് തടഞ്ഞു. അങ്കിൾ കേശവ് കൈസാഹേ, കാരണം എന്താണ്? അവർക്ക് അറിയാതിരിക്കാൻ പറ്റുന്നില്ല എന്താണ് കേശവന് സംഭവിച്ചതെന്ന് അറിയാതിരിക്കാൻ പറ്റുന്നില്ല അല്ലേ. ആകാംക്ഷ അടക്കാൻ പറ്റുന്നില്ല, കുറ്റബോധവും. അപ്പൊ അവര് ചോദിക്കാണ്, അങ്കിൾ കേശവ് കൈസാഹേ, കേശവന് എങ്ങനെയുണ്ട്? ആന്റി ഡോക്ടർ ക്യാ ബോലെ, ആന്റി ഡോക്ടർ എന്ത് പറഞ്ഞു? ജൽദി ठीक तो हो जाएगा ना. सारे लड़के चारों तरफ से ऑटो को घेर कर खड़े थे और लेटे हुए केशव को देखते हुए उसके माता पिता से पूछ रहे थे. केशव तकलीफ में तो था, मगर अब लड़कों की आवाज सुनकर जाग गया था और उन्हें देखता हुआ लेटे लेटे मुस्कुरा रहा था. अपना एक साबुत हाथ सराफ सा ऊपर उड़ाया तो लड़के उससे हाथ मिलाने को टूट पड़े. ആന്റി ഡോക്ടർ ക്യാ ബോലെ ജൽദി ടീക് തോ ഹോ ജായേന. ആന്റി ഡോക്ടർ എന്താണ് പറഞ്ഞത്? പെട്ടെന്ന് സുഖമാകില്ലേ? സാരെ ലഡ്കെ ചാരോ തരഫ്സെ ആട്ടോക്ക് ഘേർക്കർ ഖടേത്തെ. ആ മുഴുവൻ കുട്ടികളും ഓട്ടോയ്ക്ക് ചുറ്റും വളഞ്ഞു നിൽക്കുകയാണ്. അവർ ലേറ്റെ ഹുയെ കേശവക്കോ ദേഖ്തേ ഹുയെ ഒക്കെ മാതാപിതാസെ പൂച്ച് രഹേത്തെ. കിടക്കുന്ന കേശവനെ കണ്ടു ഓട്ടോയ്ക്കുള്ളില്. അവന്റെ മാതാപിതാക്കളോടാണ് ഈ ചോദ്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത്. കേശവ് തക്ലീഫ്മേൻ തോത്ത, കേശവന് ഒരു കാലും ഒരു കൈയും ഒടിഞ്ഞിരിക്കുവാണ് അല്ലെ, നല്ല ബുദ്ധിമുട്ടിലാണ്. മഗർ അബ് ലഡ്കോങ്കി ആവാസ് സുൻകർ ജാഗുകയാഥ. പക്ഷെ ആൺകുട്ടികളുടെ സ്വരം, തന്റെ കൂട്ടുകാരുടെ സ്വരം കേട്ടതോടെ അവന്റെ എല്ലാ ക്ഷീണവും
മാറി. അവൻ വളരെ ഉണർവോടുകൂടി എഴുന്നേറ്റു. അവർ ഇനേ ദേഖ്താ ഹുവാ ലേട്ടെ ലേട്ടെ മുസ്കുരാ രഹ. അവരെല്ലാരെയും നോക്കി, കിടന്നുകൊണ്ട് തന്നെ എല്ലാവരും നോക്കി പുഞ്ചിരിക്കുകയാണ്. അപ്നെ ഏക്ക് സാബുത് ഹാത്ത് തെരാസ ഊപ്പറോടായ, തന്റെ ഒരു ആകാവുന്ന കൈ, ഒരു കൈയും ഒരു കാലും പൂർണ്ണമായിട്ട് ഒടിഞ്ഞല്ലേ, പിന്നെ അല്പം ആകാവുന്ന ഒരു കൈയുണ്ട്, ആ കൈ തെരാസ ഊപ്പറോടായ അല്പം ഒന്ന് ഉയർത്തി. തോ ലഡ്കെ ഉസുസെ ഹാത്ത് മിലാനേക്കോ ടൂട്ട്പടെ. എന്താണ് അവിടെ സംഭവിച്ചു നോക്കിയേ? കുട്ടികൾ ഓരോരുത്തരായിട്ട് ആ കയ്യെ പിടിച്ച് അവരുടെ സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് അങ്ങോട്ട് ചാടി വീണെന്നാണ് ലേഖകൻ പറയുന്നത്. तुम जल्दी ठीक हो जाओगे केशव, लड़कों की एक टीम के कप्तान ने कहा और अपने हाथ में रखा बिस्कुट का पैकेट केशव की मां को सौंप दिया. आंटी, इसे रास्ते में भूख लगोगी तो खिलाएगा. തും ജൽദി ടീക്ക് ഹോ ജാവോഗെ കേശവ്. കേശവ്, നീ പെട്ടെന്ന് തന്നെ സുഖമായിട്ട് വരും, നിനക്ക് പെട്ടെന്ന് സുഖമാകും എന്ന് പറഞ്ഞാല് ഞങ്ങളെല്ലാവരും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നീ പെട്ടെന്ന് സുഖമാകും എന്ന് പറയാണ്. ലഡ്കോങ്കി ഏക്ക് ടീം കെ കപ്താനെ കഹ. രണ്ട് ടീമാണ് ആൺകുട്ടികളുടെ അല്ലെ കളിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഒരു ടീമിന്റെ ക്യാപ്റ്റനാണ് പറഞ്ഞത് നീ പെട്ടെന്ന് സുഖമാകും, സുഖമായി വരും. और अपने हाथ में रखा बिस्कुट का पैकेट केशव की मां को सौंप दिया. അവർ സിറ്റിയിൽ ഹോസ്പിറ്റലിലേക്ക് കേശവനെ കാണാൻ പോകാനായിട്ട് ഇരിക്കുവായിരുന്നു അല്ലേ. അപ്പൊ അങ്ങനെ ചെല്ലുമ്പോൾ കൊടുക്കാനായിട്ട് ബിസ്ക്കറ്റ് ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബിസ്ക്കറ്റ് പാക്കറ്റ് കേശവന്റെ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. ആന്റി, ഇസേ രാസ്തമേ ഭൂക്ക് ലഗോഗീത്തോ ഖിലായിയേക. ആന്റി, ഇവന് വഴിയിൽ വിശക്കുമ്പോൾ ഇതിവന് തിന്നാൻ കൊടുക്കണം, അവന് കൊടുക്കണം എന്ന് പറഞ്ഞ് കയ്യിലേക്ക് കൊടുക്കുന്നു. അതൊക്കെ ചിത്രമൊക്കെ കാണാം അല്ലേ. अब जब तुम लौटोगे केशव तो हमारी टीम से खेलना. पहली टीम के कप्तान ने केशव को ऑफर दिया. लड़कों ने अपने हाथों का बेला, पैड, स्टंप, बॉल और वह शील्ड जो किसी टीम की नहीं हो सकी थी, ऑटो के पीछे की जगह में केशव को दिखाते हुए कर लिया. एक कप्तान ने अपनी जेब से व्हाइट कैप निकाली और केशव के सिर की तरफ धर ली. केशव के सिर की तरफ धर ली. अब जब तुम लौटोगे केशव तो हमारी टीम से खेलना. കേശവ് തിരിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും കേശവൻ തിരിച്ചു വരാൻ കുട്ടികൾ ആഗ്രഹിക്കുന്നു. അതിലൊരു ക്യാപ്റ്റൻ പറയാണ് അബ് ജബ് തും ലൗട്ടോഗെ കേശവ് തോ ഹമാരി ടീം സെ ഖേൽന. നീ എപ്പോഴാണ് തിരിച്ചു വരുന്നത്? അപ്പൊ തീർച്ചയായിട്ടും നീ ഞങ്ങളുടെ ടീമിന്റെ കൂടി കളിക്കണം കേട്ടോ. പഹലി ടീം കപ്താനെ കേശവക്ക് ഓഫർ ചെയ്യാം. ഫസ്റ്റ് ടീമിന്റെ ക്യാപ്റ്റൻ കേശവന് അങ്ങനെ ഒരു ഓഫറാണ് കൊടുക്കുന്നത്. लड़कों ने अपने हाथों का बेला, पैड, स्टंप, बॉल और वह शील्ड जो किसी टीम की नहीं हो सकी थी, ऑटो के पीछे की जगह में केशव को दिखाते हुए धर लिया. എന്തൊക്കെയാണ് കേശവന് സമ്മാനമായിട്ട് കൊടുത്തെന്ന് നോക്കി. അവര് മത്സരക്കളി നടത്താനായിട്ട് ബാറ്റും ബോളും സ്റ്റമ്പും ഒക്കെ മേടിച്ചിരുന്നല്ലേ. അപ്പനെ ഹാത്തോങ്ക ബെല്ല, പാഡ്, സ്റ്റമ്പ്, ബോൾ, എല്ലാ സാധനങ്ങളും, ക്രിക്കറ്റ് കളിക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും അല്ലെ. ഓ ഷീൽഡ്, എല്ലാത്തിനും ഉപരിയായിട്ട് ജയിക്കുന്ന ടീമിന് കൊടുക്കാൻ അവര് ഷീൽഡും കൂടെ വാങ്ങിച്ചിരുന്നു അല്ലെ. ആ ഷീൽഡ് ഉൾപ്പെടെ എന്ത് ചെയ്തു? കിസി ടീം കി നഹി ഹോ സകി തി. അവരുടെ കളിയെല്ലാം ഉഴപ്പിപ്പോയല്ലേ. അത് കാരണം അത് ആ ഷീൽഡ് ആർക്കും കിട്ടില്ലായിരുന്നു. കാരണം എന്താണ്? അവർ പ്ലാൻ ചെയ്തതുപോലെ നടന്നില്ല കളി. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ആ ഷീൽഡ് ഉൾപ്പെടെ എന്ത് ചെയ്തു? ഓട്ടോ കെ പീച്ചേക്ക് ചെയ്തുമേ കേശവക്കോ ദിഖാത്തെ ഹുയെ ധർ ദിയ. ഓട്ടോയുടെ പുറകിലുള്ള സ്ഥലത്ത് കേശവനെ കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞുകൊണ്ട് അതെല്ലാം അവിടെ കൊണ്ടുവച്ചു. ഇതെല്ലാം നിനക്കുള്ളതാണ് കൂട്ടുകാരാ, നീ സുഖമായിട്ട് വരിക എന്ന് പറഞ്ഞ് അവന് ക്രിക്കറ്റിനോടുള്ള ആ ഒരു ആവേശം കുട്ടികൾക്ക് മനസ്സിലായതാണല്ലേ. അപ്പൊ അവർ ആ സ്നേഹം ഇങ്ങനെയാണ് പ്രകടിപ്പിച്ചത്. ഏക് കപ്താനെ അപ്പനി ജേബ് സെ വൈറ്റ് ക്യാപ് നികാലി. ഒരു ക്യാപ്റ്റൻ ആണെങ്കിൽ അവന്റെ പോക്കറ്റിലുണ്ടായിരുന്ന ഒരു വെള്ള തൊപ്പി, അതായത് ക്രിക്കറ്റ് കളിക്കുമ്പോൾ തലയിൽ വെക്കുന്ന തൊപ്പി അല്ലെ, ആ വെള്ള തൊപ്പി എടുത്തു. എന്നിട്ടോ കേശവക്ക് സിർക്കി തരം ധർത്തി, അവന്റെ തലയിൽ കൊണ്ടുപോയി അത് ധരിപ്പിച്ചു അല്ലെങ്കിൽ ഇട്ടു. അപ്പൊ എത്ര സ്നേഹമാണ് കുട്ടികൾക്ക് കേശവനോടുള്ളതെന്ന് നോക്കുക. ഇനി നമ്മുടെ കഥയുടെ ലാസ്റ്റ് ഭാഗത്തേക്ക് വരികയാണ്. എങ്ങനെയാണ് കഥ അവസാനിക്കുന്നത് നമുക്ക് നോക്കാം. ഓട്ടോ ആകെ ബെഡ്നെ ലഗി തോ കേശവനെ അപ്നെ പിതാസെ കഹ ബാബു മുझे क्या पहना दो. ഓട്ടോ മുമ്പോട്ട് പോകാൻ തുടങ്ങി. കുട്ടികളിൽ എല്ലാവരും അവരുടെ സ്നേഹോപകാരങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഓട്ടോ വീണ്ടും മുമ്പോട്ട് പോവുകയാണ്. അപ്പൊ കേശവന് അവന്റെ അച്ഛനോട് പറയണം, ബാബു മുझे क्या पहना दो. അച്ഛാ, തൊപ്പി എന്നെ ഒന്ന് ശരിക്കൊന്ന് ഇടിവിപ്പിച്ചേ, എന്റെ തലയിലൊന്ന് ഈ തൊപ്പി ഒന്ന് ശരിക്കും വെച്ചേ എന്ന് പറയാണ്. पिता ने व्हाइट कैप केशव के सिर पर पहना दी. ऑटो के आगे बैठने से दूर होती क्रिकेट टीमों को
जो अब भी एक जगह खड़ी ऑटो की तरफ देखती हाथ हिला रही थी। केशव ने अपने साबुत हाथ से सिर की कैप उतारी और ऑटो के बाहर निकालकर लहराने लगा. എന്താണ് സംഭവിക്കുന്നതൊക്കെ? കുട്ടികൾ തമ്മിലുണ്ടായ ആ ഒരു വൈകാരിക അടുപ്പം വളരെ മാർമികമായ വാക്കുകളിൽ കഥാകാരൻ ഈ ലാസ്റ്റ് ഭാഗത്ത് വരച്ചു കാണിച്ചിരിക്കുന്നു. പിതാനെ വൈറ്റ് ക്യാപ് കേശവ് കെ സിർ പർ പഹനാദി. അച്ഛൻ ആ വെള്ളത്തൊപ്പി കേശവന്റെ തലയിലേക്ക് ശരിക്കും വെച്ചുകൊടുത്തു. ആട്ടോ കെ ആകെ ബെഠ്നെ സെ ദൂർ ഹോത്തി ക്രിക്കറ്റ് ടീമോങ്കോ. ഓട്ടോ മുന്നോട്ട് പോകാൻ തുടങ്ങി. ഓട്ടോ മുന്നോട്ട് പോകും തോറും ക്രിക്കറ്റ് ടീം അകന്നകന്ന് പോവുകയാണ് അല്ലെ. ജോ അബുബി ഏക് ജഗ ഖടി. പക്ഷെ അവര് ഇപ്പോഴും നിൽക്കുന്നിടത്തൊന്നും മാറിയിട്ടില്ല. അവരിപ്പോഴും ആ ഒരേ സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യാണ്? ഓട്ടോക്ക് തരഫ് ദേഖ്തി ഹാത്ത് ഹിലാ രഹീത്തി. ഓട്ടോയിലേക്ക് നോക്കി കൈ വീശി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് കൂട്ടുകാരന് യാത്ര നൽകിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഓട്ടോക്ക് തരഫ് ദേഖ്തി ഹാത്ത് ഹിലാ രഹീത്തി. കേശവനെ അപ്നെ സാബൂത് ഹാത്ത് സെ സിർ കി ക്യാപ് ഉതാരി. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് തന്നോടുള്ള ആ സ്നേഹം കണ്ടു കഴിഞ്ഞപ്പോൾ ഇത്രയും വയ്യാത്ത അവസ്ഥയിലാണെങ്കിലും കേശവന് ആ സ്നേഹം തിരിച്ച് പ്രകടിപ്പിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അവൻ എന്ത് ചെയ്തു? കേശവിനെ അപ്നെ സാബൂത് ഹാത്തത്തെ. കേശവ് അവന്റെ ആ ആരോഗ്യമുള്ള കൈ അല്ലെങ്കിൽ അല്പം പൊങ്ങുന്ന ഒരു കൈ അവനുണ്ട് അല്ലെ. ഒരു കൈയും കാലുമാണ് പൂർണ്ണമായിട്ട് ഒടിഞ്ഞത്. ആ ഹെൽത്തി ആയിട്ടുള്ള ആ കൈ കൊണ്ട് സിർക്കി ക്യാപ് ഉദാരി. തലയിൽ അച്ഛനെ കൊണ്ട് ഇപ്പൊ വെപ്പിച്ചതേ ഉള്ളൂ തൊപ്പി അല്ലെ. എന്നിട്ടും ആ തൊപ്പി അവന് അഴിച്ചെടുത്തു അല്ലെങ്കിൽ എടുത്തു കയ്യിൽ. അവർ ആട്ടോക്കെ ബാഹർ നികാൽക്കർ ലഹരാനെ ലേകെ. എന്നിട്ടോ ആ ഒരു ഓട്ടോയുടെ പുറത്തേക്ക് ആ തൊപ്പി ഇങ്ങനെ കാണിച്ചുകൊണ്ട് ലഹരാനയിലേക്ക് വീശി കാണിക്കുകയാണ്. കൂട്ടുകാരെ യാത്ര കൈ വീശി കാണിച്ച് യാത്ര അയക്കുകയാണ് അല്ലെ. അപ്പൊ അവരോടും കേശവ് യാത്ര പറയാണ്. എങ്ങനെയാണ്? തന്റെ തൊപ്പി അവർ സമ്മാനിച്ച ആ വൈറ്റ് ക്യാപ്പ് എടുത്ത് പുറത്തേക്ക് വീശി കാണിച്ചുകൊണ്ടാണ് അവരോട് യാത്ര പറഞ്ഞത്. ഓട്ടോക്കെ ബാഹർ നികാൽക്കർ ലഹരാനെ ലഗ. പ്രിയ കുട്ടികളെ, അതിമനോഹരമായ ഒരു കഥയായിരുന്നു. അല്പം നീണ്ടതാണ്. അപ്പൊ കഥ ഒരു ഒറ്റ വീഡിയോയിലാണെങ്കിൽ നിങ്ങൾക്ക് കേൾക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എളുപ്പമുണ്ടല്ലോ എന്ന് ഓർത്താണ് ഞാനിങ്ങനെ തീർത്തത്. അല്പം ലെങ്തിയാണ്. ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസറുമായിട്ട് അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. ഇവിടെ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ക്യാപ് ഉദാർക്കർ ഓട്ടോക്കെ ബാഹർ ലഹരാന കിസ്കാ സൂചക. തൊപ്പി ഊരി ഓട്ടോയുടെ പുറത്തേക്ക് വീശുന്നു എന്ന് പറയുന്നത് എന്തിന്റെ സൂചകമാണ്? ഓട്ടോയുടെ പുറത്തേക്ക് വീശിയാലേ മറ്റു കുട്ടികൾക്ക് കാണാനായിട്ട് പറ്റുള്ളൂ അല്ലേ. അപ്പൊ കേശവന്റെ ഉള്ളിലുള്ള സ്നേഹം, അവരോടുള്ള സ്നേഹം, കളിക്കുന്നവരോടുള്ള സ്നേഹമല്ല, തന്റെ കൂട്ടുകാരോടുള്ള സ്നേഹമാണ് ഈ ഒരു തൊപ്പി വീശലിൽ കൂടെ പ്രകടിപ്പിക്കുന്നത്. അതിന്റെ സൂചകമാണിത് അല്ലേ. അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ മുഴുവനായിട്ടും ബാക്കിയുള്ള എക്സർസൈസ് വർക്കുമായിട്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ കമന്റ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഒരിക്കൽ കൂടി താങ്ക് യു ഓൾ. നിങ്ങളുടെ